സോ അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഏജൻസി, അതായത് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി, ദ ബിഗസ്റ്റ് സ്കാം ഇൻ കേരള എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഈ ഏത് കൺസൾട്ടൻസി ചെന്നാലും അറിയാം, അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരാളെങ്കിൽ അവിടെ ഫ്രണ്ടിൽ കൂടെ നിൽക്കും. പക്ഷെ അവർക്ക് പ്രൊഡക്റ്റ് നോളജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകത്തില്ല. അത് ഒരു ഏജൻസീസ് നോക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. പ്രൊഡക്റ്റ് നോളജ് എന്ന് പറഞ്ഞ സാധനം സ്റ്റാഫിനില്ല. അങ്ങനെ ഏജൻസിയിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്തതിൽ ഞാൻ ഏജൻസി തീയിട്ട് കത്തിക്കുന്നു. മാൾട്ടയുടെ ഇത് അപ്പോഴേക്കും ഞാൻ ക്യാൻസൽ ചെയ്ത് ലാറ്റ്വിയ ആക്കി. പെട്ടെന്ന് ലാറ്റ്വിയ ആക്കിയപ്പോഴേക്കുമാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രേമം ഉണ്ടാന്ന് പറഞ്ഞ ആൾ കുവൈറ്റിൽ പോയിട്ട് തേച്ചത്. അവൻ കൊന്നില്ലല്ലോ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? തോറ്റുപോയി. ഞാനിതെല്ലാം എൻ്റെ വൈഫായിട്ട് പുള്ളിക്കാരായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. എല്ലാം ഷെയർ ചെയ്യാറ്. എന്നെ കാര്യങ്ങൾ എൻ്റെ കാര്യം ഞാൻ പേര് പോലെ അല്ല കേട്ടാ. അതിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അതിൻ്റെ. പിന്നെ എന്താണ് നിങ്ങളൊരു ഡിവോഴ്സിലോട്ട് എത്തിയത്? അങ്ങനൊരു ദിവസം എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു പറഞ്ഞു, എടാ റൂമിൽ നിന്നൊരു സാധനത്തിൻ്റെ പാക്കറ്റ് ഇട്ടില്ല. ഞാൻ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വെച്ചിട്ട് 1 ഡേ നേരത്തെ വന്നു. അതായത് ഞാൻ 8ന് വരുമെന്ന് പറഞ്ഞാൽ 7ന് വന്നു. ഈ ഡേറ്റ് പോലും ഇപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് പരിചയമില്ലാത്ത രാജ്യത്ത് ഒരാളും ഇല്ല, ഒന്നുമില്ല, പറയാനുമില്ല, സംസാരിക്കാനുമില്ല, ഒരു കാറ്റ് പോലും ഇല്ല. അവിടെ കാറ്റ് പോലും ഇല്ല. വിൻ്റർ സമയം കാറ്റെങ്കിലും വീശിയ. ഹലോ മല്ലൂസ് എന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്ന ആള് ഇത്രയും വലിയ ഒരു പ്രശ്നം അവിടെ നടന്നിട്ട് എന്താ പ്രതികരിക്കാത്തത്? അതിന്റെ പിന്നിലുള്ള റഷ്യൻ മാഫിയ മറ്റു ടീമുകളൊക്കെ ആയിരിക്കുള്ളൂ. ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല. പീസാക്കി എവിടെയെങ്കിലും കൊണ്ടുവരും. This video is powered by Youth Face. ഹായ് ഹലോ ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എന്റെ കൂടെ ഉള്ളത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും ഹലോ മല്ലൂസ് എന്ന്. യെസ്, ആ ഒരു ഹലോ മല്ലൂസ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. വെൽക്കം ലിയാസ്. വെൽക്കം. സോറി, താങ്ക് യു. ഞാൻ തന്നെ എനിക്കിട്ടുള്ള ട്രോളാനുള്ള ഇട്ട് കൊടുക്കുകയാണല്ലോ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. നാട്ടിലെത്തിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ വിശേഷം. ആ നാട്ടിലെത്തിയതിന്റെ ഒരു സ്റ്റോറീസും കാര്യങ്ങളും, എന്തുകൊണ്ട് ഇവിടെ എത്തി, ലോങ് ജേർണി. അപ്പൊ വലിയൊരു കഥ തന്നെ ലിയാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നിലുണ്ട്. അതായത് മേ ബി ചിലപ്പോൾ പല സ്ഥലത്തും പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ പറ്റാതിരുന്ന പല കാര്യങ്ങൾ, പിന്നെ ഓഫ് കോഴ്സ് സിറ്റുവേഷൻ. ഞാൻ യൂറോപ്പിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളെല്ലാം മേ ബി ഒരു അവസരം കിട്ടിയതായിരിക്കാം ഇത് എന്ന് എനിക്ക് തോന്നുന്നു. യൂറോപ്പിലായിരുന്നു, ലാറ്റ്വിയയിലായിരുന്നു. യൂറോപ്പിൽ ലാറ്റ്വിയ എന്ന് പറഞ്ഞ കൺട്രിയിലായിരുന്നു. ഷെങ്കൻ സോണിലുള്ള കൺട്രിയാണ്. അതായത് ബാൽറ്റിക് കൺട്രീസ് എന്ന് പറയും. ലാറ്റ്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ഇതൊക്കെ ഒരു ബാൽറ്റിക് സീയുടെ ചുറ്റും കിടക്കുന്ന ബാൽറ്റിക് കൺട്രീസ് ആണ് അത്. സോ വളരെ ഈസി ആയിട്ട് ലൈക്ക് ഞാൻ എന്നെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുക ഓൾറെഡി പറഞ്ഞു. ലിയാസ് എന്നാണ് പേര്. എൻ്റെ സ്ഥലം ഇവിടെ എറണാകുളം തന്നെയാണ്. വീട്ടിൽ മമ്മി പപ്പ പിന്നെ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ ഡോക്ടറാണ്, ഖത്തറിൽ സെറ്റിൽഡാണ് അവള്. ഞാൻ എയർലൈൻ ഫീൽഡായിരുന്നു, എയർലൈൻ ഇൻഡസ്ട്രിയിലായിരുന്നു. ജെറ്റ് എയർവേസിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി കമ്പനി ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ പിന്നെ കൊറോണ വന്നു. അങ്ങനെ 2 ഇയേഴ്സ് വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തതാണ് മാൾട്ട എന്ന് പറഞ്ഞ കൺട്രി. ഫസ്റ്റ് മാൾട്ട ആയിരുന്നു എൻ്റെ ഒരു ടാർഗറ്റ്. മാൾട്ടയിൽ അന്നാ സമയത്ത് ഒരു റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. കെട്ടിട്ട പ്രേമൊക്കെ ആയിരുന്നു. അല്ല, നല്ല ടോപ്പിക് അല്ല എനിക്ക്. അങ്ങനെ മാൾട്ടയ്ക്ക് പോകാന്നൊക്കെ പ്ലാൻ ഇട്ടു. അവിടെ ചെന്ന് സെറ്റിൽ ആവാം എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നായിരുന്നു. സോ അതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഏജൻസി, അതായത് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി, ദ ബിഗസ്റ്റ് സ്കാം ഇൻ കേരള എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആൻഡ് റിക്രൂട്ടിംഗ് ഏജൻസി, അതാണ് ഏറ്റവും വലിയ സ്കാം. നമ്മുടെ ഇവിടെ ഉള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ എംപ്ലോയീസ്, ഇത് അബ്രോഡ് ജോബായിട്ട് നോക്കുന്നവരെ പറ്റിക്കുന്ന ഏറ്റവും വലിയ സ്കാം ഇതാണ്. ഈ രണ്ടിനെയും കുറിച്ച് ഇന്നേ വരെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഗവൺമെൻറ് തലത്തിലുള്ള ഒരു എൻക്വയറീസ് ഒന്നും നടന്നിട്ടില്ല. വൺസ് ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രം ദേ വിൽ ലുക്ക് ഇൻടു ദിസ്. അതല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇറ്റ്, ഇതാണ് അണ്ടർസ്റ്റാൻഡ്. പറ്റിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട് നിലവിൽ. അതിൻ്റെ പേരിൽ ഞാൻ കുറേ അനുഭവിക്കേണ്ടേ വന്നിട്ടുണ്ട്. എനിവേ, ബാക്ക് ടു ദ സ്റ്റോറി. അങ്ങനെ ഒരു ഏജൻസിയിൽ കൺസൾട്ട് ചെയ്തപ്പോഴാണ് അന്ന് ഹലോ മല്ലൂസ് എന്ന് പറഞ്ഞ വ്യക്തിയില്ല, ഈ ചാനലും ഇല്ല, യൂട്യൂബും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഒരു അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റ്. അങ്ങനെയാണ് ഈ ഒരു ഏജൻസി. എറണാകുളത്തുള്ളൊരു ഏജൻസിയാണ്. ആ ഏജൻസി പോലും ഇപ്പം ഇല്ല. മേ ബി ഉണ്ടാവും, വേറെ പേരിലായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ട്രെൻഡ്. ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യും, പണി കിട്ടിക്കഴിയുമ്പോഴേക്കും ക്ലോസ് ഇറ്റ്, നെക്സ്റ്റ് സ്ഥലത്ത് വേറെ പേരിൽ. സോ അതാണ് അതിൻ്റെ ഒരു ഫാക്ട്. സോ ആ ഏജൻസിയിൽ മാൾട്ട പ്രോസസ്സിന് വേണ്ടി ഇരുന്ന അവിടുത്തെ മാനേജർ ഒരു ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയായിട്ട് ഞാൻ നല്ല കമ്പനി, അതിൻ്റെ സിറ്റുവേഷനൊക്കെ പറഞ്ഞപ്പോഴേക്കും നല്ല കമ്പനിയായി. അങ്ങനെ എൻ്റെ അടുത്ത് അവിടുത്തെ ഒരു ഇന്നർ കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി. അപ്പോഴാണ് കുറച്ചും കൂടി ഇൻഡെപ്റ്റ് എനിക്ക് പതുക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഒരു 1 ഇയർ കഴിഞ്ഞിട്ടും ഒരു പ്രോസസ്സും ആവുന്നില്ല. അതായത് ഒരു മാക്സിമം 4 മന്ത്സിൽ പ്രോസസ്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് മാൾട്ട. 1 ഇയർ ആയിട്ടും ഒന്നും നടക്കുന്നില്ല.
സോ ഞാൻ പ്രശ്നം ഉണ്ടാക്കി. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നേരെ ഓഫീസിൽ കയറി ചെന്ന്, എൻ്റെ മമ്മി ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു, കൊമേഴ്ഷ്യൽ ടാക്സിൽ വർക്ക് ചെയ്യുന്നത്. ചൂടാവരുന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത്. ഞാൻ അവിടെ ഫ്രണ്ടിൽ തന്നെ ഈ ഏത് കൺസൾട്ടൻസി ചെന്നാലും അറിയാം, അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരാളെങ്കിലും അവിടെ ഫ്രണ്ടിൽ കൂടെ നിർത്തും. അതാണ് ദേ ആർ ദ ഫേസ് ഓഫ് ദ ഏജൻസി. ലൈക്ക് അവിടെ ചെല്ലുമ്പോൾ ഓക്കെ അടിപൊളിയാണ്. ഇതാണ് ഞാനൊരു കാര്യം പറയുന്ന ഒരു എക്സാമ്പിൾ. പണ്ടത്തെ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിയല്ലേ? നമ്മൾ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലുമ്പോഴേക്കും ഫസ്റ്റ് കാണുന്നത് എന്താ? AC റൂം, വെൽ എക്യുപ്ഡ്, ആ ഒരു സെറ്റപ്പ്. പക്ഷേ ഒന്നുമില്ല അവിടെ. അത് പഠിച്ചിട്ട് ഒരു ജോലിയും കിട്ടാനും പോകുന്നില്ല ഒരാൾക്കും. കറക്റ്റ് അല്ലേ? ഇത് തന്നെയാണ് കൺസൾട്ടൻസിയുടെ കേസ് മോസ്റ്റ്ലി കൂടുതലും. അത് അങ്ങനെയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫെയർ ആയിട്ട് ഒരാളെ ഇരുത്തണം. പക്ഷെ അവർക്ക് പ്രൊഡക്റ്റ് നോളജ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകത്തില്ല. അത് ഒരു ഏജൻസീസും നോക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. പ്രൊഡക്റ്റ് നോളജ് എന്ന് പറഞ്ഞ സാധനം സ്റ്റാഫിന് ഇല്ല. ഒരു കൺട്രി പോകുന്ന ആ കൺട്രിയുടെ ഫ്ലാഗ് എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ദേ ഡോണ്ട് നോ. സീരിയസ്ലി യൂറോപ്പിൽ എത്ര കൺട്രീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ ഏജൻസിയിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു 5 മിനിറ്റിനുള്ളിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്തതിൽ ഞാൻ ഏജൻസി തീയിട്ട് കത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മാനേജറൊക്കെ കൂടി ഇറങ്ങി വന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ലേ, താൻ തന്നെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഫ്രസ്ട്രേഷനാണ്. ഈ ഒരു അബ്രോഡ് പോകാൻ നിൽക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചാലും അറിയാം, ഡിലേ ആയി ഇൻടേക്ക് ഡെഫറായി പോകുമ്പോഴേക്കും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ഈവൻ മെൻ്റലി ഒക്കെ ഭയങ്കര ഡൗൺ ആയി പോകും. പക്ഷെ വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കുക, ഇപ്പം റെഡിയാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് അതാണ് നമ്മുടെ സിറ്റുവേഷൻ. അങ്ങനെ അവിടുത്തെ മാനേജേഴ്സൊക്കെ ഇടപെട്ട് പെട്ടെന്ന് എൻ്റെ പ്രോസസ്സ് എല്ലാം ചെയ്ത് തന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് കയ്യിൽ തന്നു. നെക്സ്റ്റ് ഡേ ആയിരുന്നു എനിക്ക് VFSൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്തോ ഒരു കാര്യത്തിന് ഞാൻ വേറൊരു ഏജൻസി ഉണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു ഇങ്ങനെ എല്ലാ ഡോക്യുമെൻറ്റും സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം മാറ്റി തന്ന് എനിക്ക് വിസ കിട്ടി. മാൾട്ടയുടെ ഇത് അപ്പോഴേക്കും ഞാൻ ക്യാൻസൽ ചെയ്ത് ലാറ്റ്വിയ ആക്കി. പെട്ടെന്ന് ലാറ്റ്വിയ ആക്കിയപ്പോഴേക്കുമാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രേമം ഉണ്ടാന്ന് പറഞ്ഞ ആള് കുവൈറ്റിൽ പോയിട്ട് തേച്ചത്. ഓഫ്കോഴ്സ് നേഴ്സുമാരാണല്ലോ. അത് തേച്ചപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ട് അത് മാന്യമായിട്ട് തന്നു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്, ഫെയർ ഇനഫ്. അങ്ങനെ മറ്റേ ഫിലിമിലെ കാണുന്ന പോലെ എനിക്ക് എൻ്റെ ക്യാഷ് കിട്ടി. ഓ അന്തസ്സായിട്ട് ഞാൻ തിരിച്ചു. പിന്നെ നമ്മൾ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ലാഭം വേണം. അതെല്ലാം തന്നെ നഷ്ടം ഉണ്ടാവരുത്. അത് എൻ്റെ നഷ്ടം ഞാൻ നികത്തി. ഞാൻ ഫണ്ണായിട്ട് പറഞ്ഞെന്നുള്ളൂ. കാര്യം നമ്മൾ ആ സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്ത ക്യാഷ് പോലും ഇല്ലായിരിക്കുന്ന സിറ്റുവേഷനാണ്. സോ ഇതെല്ലാവരുടെയും കാര്യം പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ചുമ്മാ കൊണ്ടുപോയി ക്യാഷ് കൊടുക്കാൻ നിൽക്കാതിരിക്കരുത്. എന്തെങ്കിലും ഒന്ന് തീരുമാനമായിട്ട് ക്യാഷ് കൊടുക്കുക എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് പറയാനുള്ളൂ. സോ അത് കഴിഞ്ഞ് ഞാൻ ലാറ്റ്വിയയിലെത്തി. ലാറ്റ്വിയയിൽ പോണേക്ക് മുമ്പായിരുന്നു എൻ്റെ മാരേജ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ മാരേജ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പെട്ടെന്ന് ഒന്ന് സെറ്റിലായിട്ട് മാരേജിൻ്റെ കാര്യങ്ങൾ നോക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വീട്ടുകാർ പറഞ്ഞപ്പോഴേക്കും ആയിത്തോടോ ഇതായിരിക്കും ബെറ്റർ, അങ്ങനെ ഒരു മാരേജ് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഫൈൻ, ഫെയർ ഇനഫ്. സോ മാട്രിമോണിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഞാനത് നോക്കാറില്ലായിരുന്നു, എല്ലാ ആപ്പും എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോർമലി നമ്മുടെ ഡേറ്റിംഗ് ആപ്പിലൊക്കെ കാണുന്ന പോലെ ലൈക്ക് അടിച്ചു പോകില്ലേ, അതിലൊരു ദിവസം രാത്രി ചുമ്മാ ഈ ആപ്പ് എടുത്തിട്ട് കൊള്ളാല ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത പൂർണ്ണത്തിൽ പിടിച്ച് കുത്തി. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ എന്തോ മൂവി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും പറഞ്ഞു, അത് എൻ്റെ മദർ പറഞ്ഞു എടാ ഇങ്ങനെ ഇതുപോലെ വിളിച്ചിട്ടുണ്ട് ഒരു പാർട്ടി. ഓക്കെ ഫൈൻ ഫെയർ, എന്നാൽ പിന്നെ നോക്കിക്കോന്ന് പറഞ്ഞ് സംസാരിച്ചു. ഞാൻ ആളെ ഇത് അവർ ഫാമിലിയൊക്കെ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് എൻ്റെ ഡിമാൻഡിലുള്ളൂ. എനിക്ക് എൻ്റെ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് ഇറങ്ങുള്ളൂ. അല്ലാതെ എനിക്കൊരു ആവശ്യമില്ല. ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അത് പ്രശ്നമാവും. ഒരു ചെറിയ പെർസെൻറ്റേജ് കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫാമിലി ലൈഫ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലതെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കുന്ന ഒരു കാര്യമായിരിക്കും, ഒരു പോയിന്റ് ആയിരിക്കും ഭയങ്കര വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എ ഡിവോഴ്സ്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല, ഒരു ജോബില്ല, ഇങ്ങനെ അബ്രോഡ് പോകണം. എൻ്റെ ഒരു ഫീൽഡ്, എനിക്ക് ഇഷ്ടമുള്ളൊരു പാഷൻ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമാണ്, കണ്ടന്റ് ക്രിയേഷൻ. അതിൽ സക്സസ് ആവുന്ന ഒരു ഉറപ്പുമില്ല. കാര്യം ഒരു കല്ല് എടുത്തെറിഞ്ഞാൽ വീഴുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ഒരു മലയാളിയുടെ തലയിലാണ് യൂറോപ്പിൽ. അതാണ് അവസ്ഥ. ഇവിടെ അത് തന്നെയാണല്ലോ, എല്ലാ വീട്ടിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടാവും. സോ അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം തുറന്ന് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിലേക്ക് ഇറങ്ങി. ആളും പറഞ്ഞു ഓക്കെ പെർഫെക്റ്റ്, ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. ഇതുപോലെ നല്ലൊരു കോഴ്സ് പറഞ്ഞ് പഠിച്ചത് വെച്ചാൽ ഹൈലി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അങ്ങനെ ഞാൻ ഈ 2 മാസം കൊണ്ട് പെണ്ണുകളിലും പരിപാടിയല്ല. ഞാൻ കണ്ണടച്ച് ഉറക്കുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് മനസ്സിലായ റിയാലിറ്റിയിലേക്ക് ഞാൻ എത്തുകയാണ് കേസ്. അന്ന് തൊട്ടാണ് ആക്ച്വലി ഞാൻ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബിൽ. അന്ന് വെച്ചാൽ എനിക്ക് 100% ഉറപ്പാണ് ഇതൊരു സക്സസ്സിലേക്കൊന്നും പോകുന്ന കാര്യമല്ല. എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ മെമ്മറീസാണ്, അതവിടെ കിടക്കും. ഡിജിറ്റൽ ഡാറ്റയാണ്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അൺടിൽ അത് ഹാക്ക് ചെയ്യപ്പെടുന്നത് വരെ അവിടെ കിടന്നോളും. സോ നാളെ ഒരു ആവശ്യം വരുമ്പോഴേക്കും നമുക്ക് കാണാനുള്ള മെമ്മറീസാണ്. ബിക്കോസ് എനിക്ക് ട്രാവൽ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്, ട്രാവൽ ചെയ്യണമെന്ന്. സോ അന്ന് തൊട്ട് തുടങ്ങി കല്യാണത്തിൻ്റെ ഉൾപ്പെടെ എല്ലാ വീഡിയോസും അതിൽ വരുന്നുണ്ടായിരുന്നു.
അങ്ങനെയാണ് ലാറ്റ്വിയയിൽ എത്തുന്നത്. ലാറ്റ്വിയയിൽ എത്തിയിട്ട് ലാറ്റ്വിയയിൽ ആ സമയത്ത് ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പോലും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ആളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പോകുന്നവരെ എൻ്റെ എല്ലാ ഇൻഫർമേഷനും ലാറ്റ്വിയനെ കുറിച്ച് പുള്ളിയുടെ അടുത്തു നിന്നാണ് എനിക്ക് കിട്ടിയത്. ഐ മീൻ വീഡിയോസിൽ നിന്ന്. ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് തന്നെയായിരുന്നു പലരും സ്റ്റുഡൻസ് എല്ലാം അന്ന് വരെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ ഹലോ മല്ലൂസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത് അവിടെ ആക്ച്വലി. അത് ലൈക്ക് എൻ്റെ ഒരു ബ്രദർ അല്ലെങ്കിൽ ഫ്രണ്ട് എന്നൊക്കെ രീതിയിൽ കാണുന്ന മല്ലു ട്രാവലറുടെ പേരിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ഈ ഹലോ മല്ലൂസ് എന്നുള്ള സാധനം. എനിക്ക് ഇന്നലെ മോർണിംഗ് നൈറ്റ് മെസ്സേജ് ട്രാവലറിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. പുള്ളി വഴിയാണ് അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. പക്ഷെ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ആള് ലാറ്റ്വിയയിലുണ്ട്. ഇപ്പോൾ ട്രാവലർ ചെയ്ത സമയത്ത് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക്സ് റൂമൊക്കെ കിട്ടി, സെറ്റാണ്, ഓൾ ഗുഡ് എന്ന് പറഞ്ഞു. പിന്നെ നാട്ടിൽ വരുമ്പോൾ കാണാനുള്ള രീതിയിൽ മെസ്സേജ് അയച്ച് കിട്ടും. അത് ഞാൻ ഈ പറഞ്ഞ എല്ലാവർക്കും മെസ്സേജ് അയച്ചാൽ എന്തോ ആയതുകൊണ്ട് എനിക്ക് റിപ്ലൈ കിട്ടാറുണ്ട്. അങ്ങനെ എല്ലാവരായിട്ട് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അവർക്ക് 1000 പേരിൽ ഒരാളായിരിക്കും നമ്മൾ. അങ്ങനെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ഞാനൊരു പേര് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചാനലിൻ്റെ ഒരു ജേർണി എല്ലാം അവിടെ ചെന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് ഇത്രേ ഉള്ളൂ. ഒരു സ്റ്റുഡൻറ്റിന് പോലും ഇനി ലാറ്റ്വിയയിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻറ്റിന് പോലും ഏജൻസിയുടെ കാര്യത്തിലായിക്കോട്ടെ പ്രോസസ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഒരു ബുദ്ധിമുട്ടും വരരുത്. A to Z അവർക്ക് മനസ്സിലാവണം. സോ അന്ന് തൊട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾ എന്താണ് അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടത്. കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഗൈസ് ഞാൻ ഇന്ന് കാലത്ത് ഇന്നതിന് പോകുന്നു, ഇതാണ് സംഭവം, അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നു. അതൊരു സാച്ചുറേഷൻ പോയിന്റ് എത്തി. കാര്യം ഇനി വേറെ കണ്ടന്റ് ഇല്ല അതിൽ. ഞാൻ എൻ്റെ പാർട്ട് ടൈം ജോബ് തപ്പുന്നതും എല്ലാം ഇട്ടു. പിന്നെയാണ് കുറച്ചും കൂടി ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയത് കാര്യങ്ങൾ. അപ്പോഴേക്കും ഒരു 3 months കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എക്സ് വൈഫ് ആയിരുന്ന പുള്ളിക്കാരി അവിടെ എത്തി. അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് ഞങ്ങൾ അവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് പോന്നു. ആ സമയത്ത് എനിക്കൊരു ജോബ് ഉണ്ടായിരുന്നു, ജോബ് കിട്ടിയായിരുന്നു. പാർട്ട് ടൈം ജോബ് കിട്ടില്ല എന്ന് പറയുന്ന ഒരു കൺട്രി ആയിരുന്നു ലാറ്റ്വിയ. ലിറ്ററലി പാർട്ട് ടൈം ജോബ് കിട്ടില്ല എന്ന് പലരും പറയുന്ന ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. പക്ഷെ ആ സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് ജോബ് കിട്ടി. എയർലൈൻ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് ടിക്കറ്റിംഗ് കമ്പനിയിലൊക്കെ ജോബ് കിട്ടി. ബട്ട് അത് ഇയാൾ വന്നപ്പോഴേക്കും എനിക്കത് രണ്ടും കൂടി പറ്റുന്നില്ല. സോ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യണതിൻ്റെ ഒപ്പം യൂട്യൂബിൽ നിന്നും വരുമാനമൊന്നുമില്ല. ഇപ്പോഴും മന്ത്ലി ഒരു 7,000 സംതിങ് വന്നു. ഞാനത് നോക്കുന്നില്ല. അതിൻ്റെ പാഷനായിട്ട് കാണുന്നതുകൊണ്ട് യൂട്യൂബിൻ്റെ കേസ് ഞാൻ നോക്കുന്നതില്ല. ഓക്കെ, അങ്ങനെയാണ് പുള്ളിക്കാരി എത്തി. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ പോയി, ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ അടുത്തൊരു കമ്പനി കയറി, ഒരു ഫുഡ് ഡെലിവറി ആണ് ക്യുക്കർ എന്ന് പറഞ്ഞാൽ. ആ കമ്പനിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ ഇതേപോലെ ഡെലിവറി ഓർഡറിനല്ല പേയ്മെൻറ്റ്, പെർ അവർ 6 euro വെച്ച് പെർ അവർ. അത് ലാറ്റ്വിയ എന്ന് പറഞ്ഞ കൺട്രി വെച്ച് നോക്കുമ്പോഴേക്കും ഫെയർ ഇനഫ് നല്ലൊരു എമൗണ്ടാണ്. ഒരു ഡെയിലി ഒരു 10 hours ഒക്കെ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ പോയാലും മാസം ഒരു 1,500 ആ റേഞ്ച് 1,300 എങ്കിലും കിട്ടും. ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ലാറ്റ്വിയയിൽ നല്ല ഒരു ഇതാണത്. എന്ന് വെച്ചാൽ അവിടെ ജീവിച്ചു പോകാൻ ധാരാളം. സോ അങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് ട്രാവലിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ക്യാഷിൻ്റെ കേസ് ഒരുപാട് മാനേജ് ചെയ്യുന്നത് അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം ഒരുപാട് പേരെ ക്യാഷ് ചെയ്ത് ബിസിനസ് ചെയ്യൂലേ, അത് ഭയങ്കര സ്ട്രെസ് കയറുന്നൊരു കാര്യം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഓരോരുത്തർ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ തുടങ്ങി, ചേട്ടാ അപ്പാർട്ട്മെൻറ്റ് റെഡിയാക്കി തരുമോ, അല്ലെങ്കിൽ എയർപോർട്ട് പിക്കപ്പ് ഉണ്ടോ. ഓക്കെ, അതായത് ഇവിടുത്തെ ഏജൻസിയിൽ ഒരു സ്റ്റുഡൻറ്റ് ചെല്ലുമ്പോഴേക്കും അവർ പറയുന്ന ഒരു പാക്കേജ്, ഓക്കെ ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ ഇൻക്ലൂഡിങ് എയർപോർട്ട് പിക്കപ്പ് ആൻഡ് അപ്പാർട്ട്മെൻറ്റ് സർവീസ്. അതിലേക്ക് വരാം നമുക്ക് അതിൻ്റെ ഒരു സ്കാമിനെ കുറിച്ച്. സോ ഇത് ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ അതിനെക്കുറിച്ച് പലരോടും ചോദിച്ചു. സോ ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യുന്നത് വരെ അവിടുത്തെ എയർപോർട്ട് പിക്കപ്പിന് അവിടുത്തെ മെയിനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അതായത് ലാറ്റ്വിയയിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളുണ്ട് മലയാളീസിൻ്റെ. ഞങ്ങൾ 2 വർഷമായിട്ട് ഇവിടെ ഉള്ള, ഞങ്ങൾ 3 വർഷമായിട്ട് അതൊക്കെ. അതിനുശേഷം വരുന്നവരെല്ലാം അവരൊന്ന് വന്നാൽ മതി, എല്ലാവരും ഒരേ പ്രോസസ്സ് ഒരേ ക്യാഷ് ഒരേ രീതിയിൽ വന്നേന്നുള്ളത് ചില വ്യക്തികൾക്ക് അറിയില്ല അവിടെ ഉള്ള. സോ അവരെല്ലാവരും പലരും ഇതുപോലെ ഏജൻസി ആയിട്ട് ടൈപ്പ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന എമൗണ്ട് 100 euro ആണ്. അതായത് 100 euro എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 9,000 to 10,000 ഇടയിൽ വരും. ആ ഒരു എമൗണ്ടിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു എയർപോർട്ട് പിക്കപ്പിന്. ടാക്സി വിളിച്ച് സ്റ്റുഡൻസ് പോവുകയാണെങ്കിൽ അവർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 20 to 25 euro. ഇനി ബസ്സിനാണെന്നുണ്ടെങ്കിൽ 1 euro, ഒറ്റ €1 കൊടുത്താൽ മതി സെൻറ്ററിൽ, റിഗ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങാം. സോ ഞാൻ ഈ സാധനം വീഡിയോ ഇട്ടിട്ട് 50 euroയിൽ ഇവർക്ക് എല്ലാ രീതിയിലും കംഫർട്ടാക്കി പിക്ക് ചെയ്ത് ഇവരെ അടുത്ത എല്ലാ A to Z കാര്യങ്ങളും ലാറ്റ്വിയനെ കുറിച്ച് ട്രാവൽ ചെയ്യുന്ന ടൈമിൽ തന്നെ പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരുപാട് പേര് ഇതുപോലെ പിക്കപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് വരും. അതിൻ്റെ ഒരു 2 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ചെയ്തപ്പം ബാക്കിയുള്ള മലയാളികൾ വടിയായിട്ട് വന്നില്ലേ? അതാണ് പറഞ്ഞു വന്നത്. അങ്ങനെ വീഡിയോ ഇട്ടപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഒരു ഒരു സ്റ്റുഡൻറ്റ് വേറെ കൺട്രിയിലേക്ക് പോകുമ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. സോ എൻ്റെ വീഡിയോ ആണ് ആദ്യം വരുന്നത്. ലാറ്റ്വിയ എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളാണ് കാണുന്നത്. എന്നിലേക്കായിരിക്കും ഈ ഒരു ഫ്ലോ വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തവരും
അല്ലെങ്കിൽ സ്കാം ചെയ്തവരൊക്കെ കൂടി ഒറ്റക്കെട്ടായി, ഇവരെല്ലാവരും എനിക്ക് അഗേൻസ്റ്റ് ആയി. എതിരെ എന്നിട്ട് പിന്നെ തുടങ്ങി. അതായത് ഒരു കുട്ടി വഴി ഞാൻ കേട്ടതാ, ഒരു സംഭവം ഞാൻ കേട്ടത് കുറേ മുമ്പ്, അതായത് 2 വർഷം മുമ്പുള്ള കേസ് അത്. അവൻ്റെ അടുത്തൊന്നും പിക്കപ്പ് എടുക്കണ്ട, അവൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പെൺകുട്ടി, അവളെ പിക്കപ്പ് ചെയ്തപ്പോഴേക്കും മോശമായിട്ട് സംസാരിച്ചു. ഇത് എൻ്റെ അടുത്ത് നിന്ന് ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞു. അത് ഞാൻ പിക്കപ്പ് ചെയ്ത് എയർപോർട്ട് പിക്കപ്പ് ചെയ്ത ഒരു പയ്യൻ വന്ന് പറഞ്ഞപ്പോഴേക്കും ലൈക്ക് അവൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. ഞാൻ പറഞ്ഞു അതാരാ പറഞ്ഞു, ഇന്ന ആളാന്ന് പറഞ്ഞു. ഞാൻ ആളെ അവിടെ വെച്ച് ഫോൺ എനിക്ക് എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടക്കണ്ടാവും എൻ്റെ കോൾ റെക്കോർഡ്. ഫോൺ ചെയ്തപ്പോഴേക്കും ബ്രോ ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ പറഞ്ഞു. അത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ അറിയോ? ഇല്ല. എനിക്ക് നിങ്ങളെ അറിയില്ല, കണ്ടിട്ടുമില്ല. നമ്പർ എടുത്തപ്പോൾ കിട്ടിയപ്പോൾ വിളിച്ചതാ. എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ പറയണേ? അതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ. ഇനിയിപ്പോൾ നീ ഇത് കണ്ടന്റ് ആക്കാൻ നിൽക്കണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു what the hell man, wait a minute, who are you എന്നുള്ളൊരു ചോദ്യം പോയി. ഞാൻ അവിടെ ഫോൺ കട്ട് ചെയ്ത് നിർത്തി. സോ പിന്നെ എൻ്റെ അടുത്ത് സ്റ്റുഡൻസ് പലരും വിളിച്ച് പറയാൻ തുടങ്ങി. അവരെ പിക്കപ്പ് ചെയ്ത പലരും അവിടെ റിഗ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ലാറ്റ്വിയയുടെ ക്യാപിറ്റൽ സിറ്റി, അവിടെ ഒരു ഒറിഗോ എന്ന് പറഞ്ഞ മോളുണ്ട് മെയിൻ സെൻറ്ററിലുള്ള. അവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് നൈറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ പോയി. ഇവിടെ ഒരു ഉള്ളു പിക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പോവുക. പിന്നെ അതിനൊക്കെ 100 യൂറോ വെച്ച് ഇവർക്ക് കിട്ടുന്നുണ്ട്. 100 and 150 യൂറോ വരെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും നോർമലി ഒരു 50 യൂറോ മതിയാവും പിള്ളേർക്ക് എത്താൻ. അതാണ് എനിക്ക് നെക്സ്റ്റ് പറയാനുള്ള ഒരു കേസ്. കാര്യം എൻ്റെ അടുത്ത പ്രശ്നം പറഞ്ഞാൽ അവിടെ വെച്ചാ. ഞാനപ്പോൾ ഇതൊക്കെ ഈ സ്കാമുകളൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇട്ടു. ഗൈസ്, എയർപോർട്ട് പിക്കപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെയോ അല്ലെങ്കിൽ ഇത് മാന്യമായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം മാപ്പിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എടുത്തു കൊടുത്തു. എയർപോർട്ടിൽ ഇന്ന സ്ഥലത്ത് ഇറങ്ങി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ബസ് കയറുക, കാർഡ് ടാപ്പ് ചെയ്യുക, 1 യൂറോ ഉള്ളൂ. നിങ്ങൾ സെൻറ്ററിൽ വന്ന് ഇറങ്ങുക, അവിടെ നിന്ന് ലൊക്കേഷൻ ചോദിച്ച് ക്യാബ് വഴി നിങ്ങൾക്ക് വരാൻ പറ്റും. ക്യാബിൻ്റെ ബുക്ക് ചെയ്യാൻ എൻ്റെ ലിങ്ക് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇട്ട് വീഡിയോ ഇട്ടു. ആ വീഡിയോയുടെ ഇടയിൽ വന്ന കമൻസ് കാണണം, നീ ഫുൾ ഊടായിപ്പാടാ, ഇതൊരു പാറ്റേൺ ആണ്, നീ ഫുൾ ഊടായിപ്പാടാ, ഇവൻ ഫുൾ ഊടായിപ്പാണ്. ഈ കമൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ കറക്റ്റ് സ്ഥലത്തിട്ടാണ് കൊട്ടു കൊടുത്തേക്കുന്നത് എന്നുള്ളത്. ഞാനത് മൈൻഡ് ചെയ്യാൻ നിന്നില്ല. കാര്യം ഒരുപാട് വൾഗറായിട്ടുള്ള കമൻറ്റ് വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും, ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെയും വൾഗറാകുമ്പോഴേക്കും എൻ്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ ഞാൻ നല്ല വർത്തമാനം പറയും, തിരിച്ച് നല്ല രീതിക്ക് പറയും. എൻ്റെ വായിൽ നിന്ന് എന്താ വന്നതെന്ന് പറയാൻ പറ്റും, നമ്മൾ കൊച്ചിക്കാരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വർത്തമാനം ഞാൻ പറയും. അങ്ങനെയാണത് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ഒരു ഇഷ്യൂവിൽ ഭയങ്കരമായിട്ട് കത്തിക്കയറി. അവിടുത്തെ മെയിൻ ആൾക്കാർ ഇതുപോലെ അവിടെ പല ടീമുകളായിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഏജൻസി പോലെയൊക്കെ തുടങ്ങിയ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടി വരുന്ന പിള്ളേരോടൊക്കെ പറയും അവനാണോ പിക്കപ്പ് ചെയ്തത്, അവൻ ഉടായിപ്പോട്ടെ, അവനങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങി ബൈ മൗത്ത്. ലിറ്ററലി നമ്മുടെ ഇവിടെയൊക്കെ ഒരു കവലയിലിരുന്ന് കുറ്റം പറയില്ലേ, അതേ ഒരു സമ്പ്രദായം. ഞാൻ എപ്പോഴാണ് ചിന്തിച്ചു ഇത് എന്ത് കൺട്രിയാണ്, ഇവിടുത്തെ മലയാളീസ് എന്താ ഇങ്ങനെ, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ എന്നുള്ള ചിന്തയായി പോയി. കാര്യം അവിടെ ആർക്കും സമയമില്ല ഒന്നിനും. നമ്മൾ പഠിക്കാൻ പോകുന്നു, സ്റ്റഡീസ് നോക്കണം, പാർട്ട് ടൈം ജോബ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊന്നും വേറെ സമയം, ഇതിന് മാത്രമാണ് സമയം എന്ന് വെച്ചാൽ ലിറ്ററലി പറഞ്ഞാൽ ഈ എന്താ പറയുക, പണ്ടത്തെ ആൾക്കാർ പറയുന്ന പോലെ അടുക്കള പുറത്തുനിന്ന് കുറ്റം പറയില്ല, അതുപോലത്തെ ഒരു ഫീൽ. അതുപോലെ ഞാൻ ഇന്നേ ഒരു എക്സ്പെക്ട് പോലും ചെയ്യാത്ത കഥകൾ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതെല്ലാം എൻ്റെ വൈഫായിട്ട് പുള്ളിക്കാരായിട്ട് ഷെയർ ചെയ്യാറുണ്ട്, എല്ലാം ഷെയർ ചെയ്യാറ്. എൻ്റെ ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന കാര്യം ഞാൻ പേര് പോലെ അല്ല കേടാ, അതിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ എനിക്കറിയില്ല. അത് കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലായിരുന്നു വേണമെങ്കിൽ പറയാം. സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട. ഈ അപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന പുള്ളിക്കാരി. എനിക്ക് താല്പര്യമില്ലായിരുന്നു ആ ബിസിനസ് ചെയ്യാൻ. കാര്യം ഇതുപോലത്തെ മോശമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും എനിക്കത് താല്പര്യമില്ലാന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാൻ. കാര്യം ഞാൻ പലപ്പോഴും നിർത്താൻ ശ്രമിക്കുമ്പോഴേക്കും തനിക്ക് കാശ് കുറച്ച് കിട്ടുന്നല്ലേ, അല്ലെങ്കിൽ നമുക്ക് ചിലവിന് ഉപയോഗിക്കാമല്ലോ എന്ന് പറയുമ്പോഴാണ് ഞാൻ പിന്നെയും ചെയ്തു പോകുന്നത്. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇത്ര അധികം ക്ലയൻസിനെ എനിക്ക് ആ സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. കാര്യം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ജോബും എല്ലാം കൂടി ആയിട്ട് പറ്റുന്നില്ലായിരുന്നു. സോ എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ട്രാവൽ അത്യാവശ്യം ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 15 to 17 കൺട്രീസ് ആയിരുന്നു തോന്നുന്നു യൂറോപ്പിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 കൺട്രീസ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ ലാറ്റ്വിയയിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം മലയാളീസിൻ്റെ. ബാക്കി ഞാൻ പോയ ഒരു കൺട്രീസിലും എനിക്കൊന്നും ഫേസ് ചെയ്തിട്ടില്ല. എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ, നമ്മൾ ഈവൻ അവിടെ ഉള്ള മലയാളീസ് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നത്, ഒരു ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എല്ലാം. ഒരു ബുദ്ധിമുട്ടും ഒരു കൺട്രി, ലാറ്റ്വിയ വിട്ട് വേറെ ഒരു കൺട്രി പോയിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഈ ലാറ്റ്വിയയിലുള്ള പലരുമായിട്ട് കണക്ഷൻസ് ഉള്ളതാണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, എടാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയോ? ഇല്ല, എന്നാൽ വിട്ടേക്ക്, ലീവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ വരുന്ന നല്ല ആൾക്കാരുടെ ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. എക്സ്പെക്ട് ചെയ്ത് വരുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവും അതെങ്ങനെയെങ്കിലും ഞാനായിട്ട് എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണിട്ട് ഉടക്കും. അങ്ങനെയാണ് കമ്പനികൾ മൊത്തം കുറേയൊക്കെ പോയിട്ടുണ്ട്. അവസാനം അവരാണ് എനിക്ക് ഭാര്യയായിട്ട് വന്നത്. നമ്മളൊരു 4 ഫ്രണ്ട്സ് കൂടി ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയുമ്പോൾ അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അത് പുറത്ത് പറയുമ്പോഴാണ്
എല്ലാവരുടെയും ലൈഫിൽ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കിയാലും ഫ്രണ്ട്സ് ആയിട്ട് കൂടിയിരുന്ന് പറയുന്ന എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ അറിയാവുന്ന പോലെ പിന്നെ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ കുറേ ഇഷ്യൂസ്. സോ അതൊക്കെ കഴിഞ്ഞു പോയി. ഇതുപോലെ എൻ്റെ മാരീഡ് ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഞാൻ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഏതെങ്കിലും ലേഡീസിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പറയേണ്ടി അപ്പോഴും ഞാൻ ചെന്നവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. അവർ താനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ താൻ തന്നെ ഇതാക്കണേ, എനിക്കറിയാവുന്നല്ലേ തന്നെ കാര്യം. എന്തുണ്ടെങ്കിലും വിളിച്ച് പറയും. ഞാൻ ആദ്യം ആളെ പിക്ക് ചെയ്യാൻ പോകും, ഡ്രോപ്പ് ചെയ്യാൻ പോകും, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഫുൾ ടൈം പുള്ളിക്കാരിയുടെ കൂടെ, വേറെ എങ്ങും പുറത്തു പോകത്തില്ല. ഓക്കെ, അപ്പൊ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ എന്താണ് നിങ്ങളൊരു ഡിവോഴ്സിലോട്ട് എത്തിയത്? ആക്ച്വലി ഇതിപ്പോൾ പറയേണ്ട കാര്യം, ഞാനിതൊരിക്കലും ഡിഫോം ചെയ്യാൻ അങ്ങനെ ഒന്നല്ല പറഞ്ഞത്. ബിക്കോസ് എൻ്റെ ലൈഫിൽ സംഭവിച്ച ചെറിയൊരു കാര്യം, ആളുടെ സ്പേസ് ഉണ്ട്. അതൊരു വേറൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു മാരേജിലേക്ക് കിടക്കുമ്പോൾ രണ്ട് വ്യക്തികളാണ്. നമുക്ക് ഒരിക്കലും ഒരു പണ്ടത്തെ പോലെ അല്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ വിചാരം സിനിമയിലെ പോലെ ലൈഫ് എന്ന ഒരിക്കലും അല്ല. ഒരു 2 years 3 years എടുക്കും രണ്ടുപേര് തമ്മിലൊന്നും ഓക്കെ ആവാൻ. ഇപ്പോൾ ഞാൻ അടിയിൽ നിന്നിട്ട് ഒരു കേസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ. എനിക്കിപ്പോൾ മെസ്സേജസ് വരുന്നുണ്ട് ഇങ്ങനെ ഡിവോഴ്സിൻ്റെ വീഡിയോസ് കുറേ ഇട്ടപ്പോഴേക്കും. അപ്പോൾ ആള് വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു, ഞാനും വേറെ ഏതൊരു ലോകത്തായിരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഫാക്ട്. പക്ഷേ എനിക്ക് കാര്യങ്ങൾ കുറേയൊക്കെ മനസ്സിലായതിൻ്റെ പേരിലും ആളെ നന്നായിട്ട് അറിയാവുന്നതിൻ്റെ പേരിലും ആളുടെ A to Z കാര്യങ്ങൾ വളരെ നന്നായിട്ട് ഞാൻ സ്വയം മനസ്സിലാക്കിയത്, എൻ്റെ അടുത്ത് പറഞ്ഞതല്ല. കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ആ രീതിക്ക് നിന്നിട്ടുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ഏത് ഫാമിലി ലൈഫ് ആകുമ്പോൾ ചെറിയ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടാവും. അത് കോപ്പപ്പ് ചെയ്ത് പോകണം. അത് പോവാത്തൊരു സിറ്റുവേഷൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ ഒരു സിസ്റ്റർ പോലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, അപർണ എന്നാണ് ആ കുട്ടിയുടെ പേര്. കാര്യം അവിടെ ഒരുപാട് നമ്പർ ഓഫ് അപർണാസ് ഉണ്ടാവാം, അതുകൊണ്ട് എനിക്ക് വിഷയമില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്ന നാട്ടിൽ. അതിനത്ര സമയത്ത് ഞാൻ ഇതുപോലെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. എന്നാലും പുള്ളിക്കാരി പറഞ്ഞാൽ ഭയങ്കര സിൻസിയറാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ലൈക്ക് ഐ തോട്ട് ഓക്കെ, നല്ല കുട്ടികളാണ്, അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് വിസ കിട്ടി, ഈ പയ്യന് വിസ കിട്ടിയില്ല. ആ പയ്യൻ ഇപ്പോഴും നാട്ടിലുണ്ട്, വേറെ എന്തോ പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ആൾ അവിടെ ലാറ്റ്വിയയിലെത്തി. ആളുടെ റൂം ഞാൻ റെഡിയാക്കി കൊടുത്ത റൂമിൻ്റെ ക്യാഷ് ഈ പയ്യനാണ് കൊടുത്തത് ഈ പെൺകുട്ടിക്ക്. അതൊക്കെ പിന്നീട് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ റൂം എടുത്തു കൊടുത്തു, നല്ല അപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തു. അവിടത്തേക്ക് എൻ്റെ അറിയാവുന്ന തന്നെ ഒരു പെൺകുട്ടീനെ താൽക്കാലികമായിട്ട് കയറ്റിയത് ഈ പയ്യൻ വന്നവരെ. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്സ് എന്നെ വിളിച്ചു പറഞ്ഞു, എടാ ആ റൂമിൽ നിന്ന് ഒരു സാധനത്തിൻ്റെ പാക്കറ്റ് ഇട്ടു. മനസ്സിലായല്ലോ. ഞാനപ്പോഴേക്കും അതെങ്ങനെ കാര്യം, എൻ്റെ വൈഫായിരുന്ന ആ വ്യക്തി മാത്രമേ അവിടെ അപ്പാർട്ട്മെൻറ്റിൽ പോകാറുള്ളൂ. പിന്നെ അവിടെ ഞാൻ ആക്കിയെന്ന് പറഞ്ഞ പെൺകുട്ടി അങ്ങോട്ട് പോകാറേ ഇല്ല. കാര്യം അവർ വേറെ റൂമിൽ നിൽക്കുകയാണ് ഫ്രണ്ട്സ് എല്ലാവരായിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അതെങ്ങനെ കാര്യം, ആ പെൺകുച്ചിൻ്റെ റിലേഷനൊക്കെ ഉള്ളതല്ലേ, ആ പയ്യൻ നാട്ടിലുമാണ്, പിന്നെ ആരുടെ അവിടെ വന്നത് ഞാൻ അറിയാണ്ട് അപ്പാർട്ട്മെന്റിൽ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള ചിന്തയായി. എന്നുവെച്ചാൽ ഇവര് വേറെ ആരെങ്കിലും റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ ഓണേഴ്സിനെ നമ്മൾ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായ നാളെ ആ ഓണർ എന്നെ ആയിരിക്കും വിളിച്ച് ചോദിക്കുന്നത്. സോ ഞാൻ ഈ പെൺകുട്ടീനെ വിളിച്ച് ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു, ആ ചേട്ടാ അത് എന്റെയാണ്. ഞാൻ പറഞ്ഞു തനിക്ക് റിലേഷൻ ഉള്ളതല്ലേ ഓൾറെഡി. അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, എനിക്ക് കൂടുതൽ സംസാരിക്കണ്ട, ഇതൊന്നും ഒരു പ്രൂഫില്ലാത്ത കാര്യങ്ങളല്ല കേട്ടോ, കൃത്യമായിട്ട് ഈ ഫോൺ ഞാൻ ഇതുവരെ ഫോർമാറ്റ് ചെയ്തിട്ടില്ല, ചേട്ടാ എൻ്റെയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഒരു കാര്യം ചെയ്യും, എൻ്റെ വൈഫായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് പുള്ളിക്കാരി. പറഞ്ഞു ആ ഒരു കമ്പനി നിർത്തിയാക്കി ഞാൻ ആളോട് ഈ കാര്യം തുറന്ന് പറയാൻ പോവാം, ബിക്കോസ് ഇത് ശരിയാവത്തില്ല. കാര്യം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു സിസ്റ്റർ പോലെ കണ്ടിട്ടുള്ളൂ, ആ രീതിക്ക് പെരുമാറിയിട്ടുള്ളൂ ഇന്ന് വരെ. അപ്പം എനിക്ക് എന്തായാലും താല്പര്യമില്ല, ഞാൻ തുറന്ന് പറയാൻ പോകാം, അപ്പോൾ അതുകൊണ്ട് ശരി എന്നാന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ എന്നെ വിളിച്ചു, ചേട്ടാ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റും, നേരിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഇത് നേരിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ എന്തോ കാണിച്ചു, റിലേഷനോ ബ്രേക്കപ്പോ വേറെ റിലേഷൻ പോലും അതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമില്ല. ഇന്നത്തെ കാലത്ത് നോ പ്രോബ്ലം, നിങ്ങളുടെ ഇഷ്ടമാണ് അത്. ഓഫ് കോഴ്സ് ഒരു മാരീഡ് അല്ലാത്ത പക്ഷം അവരുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് അത് ഒരു പോയാലും കേളായാലും അവരുടെ ഇഷ്ടമാണ് അത്. അതിൽ ഒന്നും പറയാനില്ല, ഇത് എന്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിത് വിട്ടു, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ നേരിട്ട് പോയി കണ്ടു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ വീണ്ടും പെൺകുട്ടി പ്ലേറ്റ് മാറ്റി, ഇത് എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ, ഒരു പയ്യനവിടെ ഉണ്ടായിരുന്നു, അവൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ആകെ വന്നത് ഇന്നൊരാൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്താ പറഞ്ഞു, നിങ്ങൾ ലിറ്ററലി ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അല്ലല്ല ചേട്ടൻ്റെ വൈഫൊന്നും അല്ല, പുള്ളിക്കാരി അല്ല. ഞാൻ പറഞ്ഞു അതെനിക്കറിയാം, നല്ല പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയാം, താങ്കൾ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അത് ഈ പയ്യനോട് വെച്ചപ്പോൾ ഈ പയ്യൻ പറയില്ല ചേട്ടാ, ഈ അപർണ പറഞ്ഞ കുട്ടി തന്നെയാണ്, ആരോടും പറയില്ല എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന്. ഞാൻ അപ്പോഴാണ് ഈ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുന്നത്. യൂറോപ്യൻസ് പോലും ഇങ്ങനെ ഇല്ലല്ലോ അവിടെ. ഇവിടെ ഉണ്ടായിരുന്ന തേപ്പിന്റെ മുകളിൽ പിന്നെയും തേപ്പിട്ടിട്ട് പിന്നെയും അത് ടൈലോട്ട് ചോട്ടിക്കുന്ന പരിപാടി അവിടെ അതിന്റെ അപ്പുറം ഇട്ടാ, അത് പോളിഷും ചെയ്ത് കൊടുക്കും വീണ്ടും.
അത്രയും ലിറ്ററലി ഇത് എന്തുവാണ് ഇത്. എന്നിട്ട് വൈഫ് പറഞ്ഞപ്പോ എങ്ങനെ റിയാക്ട് ചെയ്തത്? ഞാൻ ആളോട് ഞാൻ ഈ പെൺകുട്ടിയെ കാണാൻ പോയ സമയത്ത് അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. പെൺകുട്ടിയെ കാണാൻ പോയ സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, ഞാൻ 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് റൂമിലേക്ക് എത്താം, എന്നിട്ട് വന്നിട്ട് സംസാരിക്കാൻ, കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഈ പുള്ളിക്കാരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു. ആ ശരി ശരി, ഞാൻ ജസ്റ്റ് ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഇവരായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ പയ്യനായിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു ഇറങ്ങിയപ്പോഴേക്കും ആൾ അവിടെ എത്തിയേക്കുന്നു. പക്ഷെ താനെന്ത് ഇവിടെ? ഞാൻ നടക്കാനിറങ്ങണമെങ്കിൽ എന്ന് വെച്ചാൽ വൺ വേ ആണിത്. ഒരു സൈഡിൽ കൂടി അങ്ങോട്ട് ബസ് പോകും, ഒരു സൈഡിൽ കൂടി തിരിച്ച്. സോ എൻ്റെ അപ്പാർട്ട്മെന്റ് ഈ സൈഡിലായിട്ട് വരും. അങ്ങനെ നമ്മളൊരു മാപ്പ് വരയ്ക്കണ ഈ സൈഡിലായിട്ട് വരും. സോ എങ്ങനെ വന്നാലും ഒരാൾക്ക് ഇതിലേ നടന്നു വന്നാൽ മതി. ഇതിലേക്ക് ഇറങ്ങി വന്നതിനാന്ന് വെച്ചിട്ട് ഒരു ഉത്തരവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ, നിങ്ങൾ എന്നാൽ മുകളിൽ പോയിരുന്നു സംസാരിച്ചോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. വൈഫും എക്സ് വൈഫും ഞാൻ പറഞ്ഞ നിങ്ങൾ മുകളിൽ പോയിട്ട് സംസാരിച്ചു, ഞാൻ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുകളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അപർണയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എടോ താൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താനല്ല ഈ പയ്യൻ്റെ ഗേൾ ഫ്രണ്ടാന്ന് പറയണേ, ഇവിടെ ആകെ വരുന്നത് ഈ നിൽക്കുന്ന വ്യക്തി മാത്രമേ, താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് പറയല്ലേ ഈ വൈഫ് എന്നെ കയറി അറ്റാക്ക് ചെയ്തെന്ന് വെച്ചാൽ ലിറ്ററലി ഭയങ്കര സംസാരിക്കുമ്പോൾ വൈഫ് അറ്റാക്ക് ചെയ്തു. അതെന്താണ് പ്രൊവോക്കേഷൻ എനിക്ക് ഇപ്പോഴല്ല. മേ ബി ഈ പെൺകുട്ടി ചിലപ്പോൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവാം, ഐ ഡോണ്ട് നോ, ലൈക്ക് സംതിങ് ഹാപ്പൻ ഇൻ ബിറ്റ്വീൻ. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഭയങ്കരമായിട്ട് കയറി അറ്റാക്ക് ചെയ്ത് ഷൗട്ട് ചെയ്ത് തെറിവിളിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കാര്യം. ഓഫ് കോഴ്സ് എത്രയെന്ന് വെച്ചാൽ പിടിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു ഒച്ചപ്പാടും വൈഫ് എന്തുകൊണ്ടാണ് അങ്ങനെ റിയാക്ട് ചെയ്തത്? കാരണം ഇവിടെ വൈഫിന്റെ പേര് എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് ചോദിച്ചത് ആള് കൺസീവ് ചെയ്ത വേറെ രീതിയിലാണ്. ആളെ ട്രാങ്കിൾ ചെയ്ത് ഞാൻ അങ്ങനെ കൊണ്ടെത്തിക്കുന്നു. പക്ഷെ ഞാൻ കൃത്യമായിട്ട് ആളുടെ അടുത്ത് ചോദിച്ചത്, അപർണ ഞാൻ ഇവിടെ ആളെ നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, കാര്യം ഇവര് തമ്മിൽ എപ്പോഴും ഫ്രണ്ട്ഷിപ്പാ, എനിക്കത് അറിയണം. കാര്യം താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോഴും താങ്കളല്ല. അപ്പൊ താങ്കൾ ആരെയും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കാര്യം അവിടുത്തെ സിറ്റുവേഷൻ എനിക്ക് ആ സമയം കൊണ്ട് മനസ്സിലായില്ല. ആറ്റുവല്ല കാര്യം ഇപ്പൊ നമ്മൾ തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യം താൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറെ രണ്ടുപേരുടെ അടുത്ത് പറയും. ദാറ്റ് ഈസ് ലാറ്റ്വിയ മലയാളീസിന്റെ കാര്യത്തിൽ. കേരളത്തിൽ മലയാളി അങ്ങനെയാണല്ലോ ലാറ്റ്വിയ. അതിന്റെ കേരളത്തിൽ നിന്ന് ഇപ്പൊ അത് മാറി വരുന്ന ഒരു സാധനം നേരെ ലാറ്റ്വിയയിലുണ്ട്. പഴയ കാലത്തെ കമ്മിറ്റി കേരള 2.0 നമുക്ക് വേണ്ടി പേരിടാം. ആ ഒരു സിറ്റുവേഷൻ ആയി. അതങ്ങനെ അല്ലായിരുന്നു, ഞാൻ ചെന്ന സമയത്തൊന്നും അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഒരുപാട് സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട്. അത് കുറെ ഏജൻസിയുടെ പറ്റിക്കലാണ്. ഏജൻസിക്കാർ പറഞ്ഞു വിടുന്ന കുറെ ഫേക്ക് കാര്യങ്ങൾ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു പേടി ഉള്ളിലുണ്ടായിരുന്നു. ഇത് ഇനി ആള് പുറത്തു പോയി ആളുടെ മുഖം രക്ഷിക്കാൻ എന്ത് പറയുന്നുള്ള അറിയില്ല. കാര്യം ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് അവർക്കൊരു പേടി ഉണ്ടാവും, ഞാൻ ആരെങ്കിലോടും പറയുന്നത്. പക്ഷെ എനിക്കതിൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ലൈഫ് മാത്രമായിട്ട് നോക്കി പോകണമല്ല. ഇപ്പോഴും അതെ, വളരെ ലിമിറ്റഡ് ഫ്രണ്ട്സേ ഉള്ളൂ ലാറ്റ്വിയയിൽ. ഞാൻ വന്ന സമയത്ത് എൻ്റെ റൂമിലുണ്ടായിരുന്ന 3 പേര് 4 പേര് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വേറെ പുറത്ത് ആരായിട്ട് കമ്പനി വിടാറില്ല, ഒന്നുമില്ല. അതന്നും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഈ പറഞ്ഞ വൈഫ് പുള്ളിക്കാരി, പിന്നെ എൻ്റെ കുറച്ച് പയ്യന്മാരായിട്ട് കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളത് മാത്രമല്ല. അവരും ഈ പറഞ്ഞ പോലെ അവരെ കാര്യം കാണാനാണെന്നുള്ളത് കണ്ടപ്പോൾ ഫ്രണ്ട്ഷിപ്പ് വിട്ടു. അത് കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഞാൻ വിട്ടു. ലൈക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ഓൺ ദ സ്പോട്ട്. ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. സത്യം പറഞ്ഞാൽ ഏത് ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഈ പെൺകുട്ടികൾ, എല്ലാവരുടെയും കാര്യമല്ല, ചുരുക്കം ചില വ്യക്തികളെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം ഓൺ ദ സ്പോട്ട് പാരൻസിനെ കോൾ ചെയ്യും. ഇതേ എന്നെ വിട്ടിട്ട് അടിക്കുന്നു, കൊല്ലുന്നു, ചീത്ത പറയുന്നു. ഇത് കേൾക്കുന്ന പാരൻസ് ഇത് എടുക്കുന്നത് വേറെ രീതിയിലാണ്. കാര്യം ഇവരെല്ലാവരും ന്യൂസും കാര്യങ്ങളും എല്ലാം വായിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാ ന്യൂസും ഫോളോ ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം സൈഡ് കഥകൾ ഓരോ പെൺകുട്ടികൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നടന്ന മറ്റേ ഒരു മർഡർ ആത്മഹത്യ ഉണ്ടല്ലോ, അതിനേക്കായൊക്കെ എക്സ്ട്രീം കണ്ടീഷനിൽ ആത്മഹത്യയുടെ വക്കീലെത്തിക്കുന്ന ഓരോ ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കാറുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോസൊക്കെ എനിക്ക് ഡിവോഴ്സിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങൾ വന്നത്. സോ അതാണ് ഒരു സ്റ്റാർട്ടിങ് പ്രശ്നം ഉണ്ടായത്. നേരെ വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടുകാർ ചിന്തിക്കുന്നത് ഞാൻ എന്തോ ഉപദ്രവമാണ്, പ്രശ്നമാണ്, അങ്ങനത്തെ രീതിയിൽ. എനിക്ക് വേണം അതിന് മുമ്പേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ടാവാം. അതിനുശേഷം നെക്സ്റ്റ് ഡേ അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അത് വിട്ടേക്ക തൽക്കാലം, എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചു അതിലേക്ക് കൂടുതൽ കിടക്കാതിരിക്കലായിരിക്കും നല്ലത് എൻ്റെ ആരോഗ്യത്തിന്. ഇനി വയ്യ. അല്ല ഇപ്പൊ അപർണ എന്ന് പറഞ്ഞ കുട്ടി റൂമിലോട്ട് ആരെ കൊണ്ടുവന്നു എന്നുള്ള രീതി നിങ്ങൾ പയ്യൻ അവരിപ്പോ റിലേഷൻ പിന്നെ ആണല്ലേ? ഓക്കെ. ഇപ്പൊ വൈഫ് ഇവിടെ എന്തിനാണ് അനാവശ്യമായിട്ടൊരു അടി ഉണ്ടാക്കിയെന്ന് ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രമാണ്, അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രം. ആ പെൺകുട്ടി എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കാര്യം ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ ഇങ്ങനെയെന്നുള്ള പിറ്റേ ദിവസം ഈ എൻ്റെ വൈഫ് പുള്ളിക്കാരി, അതായത് എക്സ് വൈഫ് ഇതുപോലെ റൂമിൽ വന്ന് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഇന്നതാണ് കാര്യം, ഇതിനു വേണ്ടി ഞാൻ വന്നത്, ഇതിന് ഇത്ര ഉപദ്രവിക്കേണ്ട കാര്യമില്ലായിരുന്നു. കണ്ടിട്ടുണ്ടാവുക ഒരു ലുക്ക്, എൻ്റെ മൈലാഞ്ചി ഒക്കെ ഇട്ട്, ഐ വാസ് വെരി ഗ്ലാമർ ഇൻ ദാറ്റ് ലുക്ക്.
അങ്ങനെ ഞാൻ പറഞ്ഞു സംസാരിച്ചു. അപ്പോൾ ആൾക്കും വിഷമമായി. ആൾ സോറിയൊക്കെ പറഞ്ഞു. ഞാനും സോറി പറഞ്ഞു. ഓക്കെ ആയിട്ട് പോവാം. എഗെയിൻ ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞു ആ പെൺകുട്ടിയായിട്ട് കമ്പനി വേണ്ട, നമുക്ക് ചേർന്നതല്ല കാര്യം, അതിൻ്റെ കൾച്ചർ ഇങ്ങനെ, ഞാനത് നോക്കുന്നില്ല, അത് അവരവരുടെ കാര്യമായിട്ട് പോട്ടെ, അവർ റിലേഷനാവേ പ്രേമിക്കേ കല്യാണം കഴിക്കേ അവരുടെ ഇഷ്ടം. നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു വ്യക്തികളായിട്ട് കമ്പനി ഓടിക്കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. എന്ന് വെച്ചാൽ ശരിയല്ല. നാളെ ആ കുട്ടി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് പോയാൽ അതിലൊക്കെ ഇയാളുടെ പേര് വരും. ഒരുമിച്ച് നടക്കുന്നത്. അപ്പോൾ തനിക്ക് ഫ്രണ്ട്സ് എന്തെങ്കിലും എത്തോരം ഫ്രണ്ട്സ് ഉണ്ട്, അവരൊപ്പം പൊക്കും. ഇനിയിപ്പോൾ ഞാൻ ഫ്രീ ആണ്, ഞാൻ വരാം, നോ ഇഷ്യൂ എന്ന് പറഞ്ഞു. എനിക്കൊരു എസ്റ്റോണിയ ട്രിപ്പിന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ആയിട്ട് ഞാൻ പോയ സമയത്ത് തിരിച്ച് ഞാൻ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചിട്ട് വൺ ഡേ നേരത്തെ വന്നത്. അതായത് ഞാൻ 8th വരുമെന്ന് പറഞ്ഞു, 7th വന്നത്. എനിക്ക് ആ ഡേറ്റ് പോലും ഇപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷെ ഒന്നും മറക്കാൻ പറ്റത്തില്ല. എൻ്റെ ഭാഗത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ട്രൂ ആയിരുന്നു. റിലേഷൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് നേരെ കല്യാണത്തിലേക്ക്. കല്യാണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എനിക്ക് വലിയെന്തോ സംഭവമായിരുന്നു. കാര്യം എൻ്റെ മമ്മിനെ പപ്പനെ കണ്ടാൽ ഞാൻ വളർന്നത്. സോ എനിക്ക് അവരുടെ തമ്മിലുള്ള ഇപ്പോഴുള്ള ലവ് കാണുമ്പോഴേക്കും അസൂയ തോന്നും സത്യം പറഞ്ഞാൽ. അങ്ങനെ എസ്റ്റോണിയന്ന് 7th എത്തിക്കഴിഞ്ഞപ്പോൾ ആൾ വീട്ടിലില്ല. സോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ ലാറ്റ്വിയ എന്ന് പറയുന്ന കൺട്രി റഷ്യൻസ് ഒക്കെ ഒരുപാടുള്ള ഒരു കൺട്രിയാണ്. അപ്പം വൈഫിനെ കാണുന്നില്ല, അവിടെ ഇല്ലായിരുന്നു അവള്. ഇല്ലായിരുന്നു. ഞാൻ വിളിച്ച സമയത്ത് അവിടെ മോർണിംഗ് അവിടെ ഉണ്ടായിരുന്നു പറയാം. ലാറ്റ്വിയ എന്ന് പറയുന്ന കൺട്രി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പിള്ളേർ സംസാരിച്ചിട്ടുള്ള പോലെ റഷ്യൻസ് ഒരുപാടുള്ള ഒരു കൺട്രിയാണ്. അതായത് രാത്രി നമ്മൾ സേഫ് ആണെന്ന് പറയും, പക്ഷേ അവിടെ ഒരു പെൺകുട്ടിക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. രാത്രി ആൾ വിളിച്ചിട്ട് ആ കൊച്ചിനെ ഉപദ്രവിക്കാനും തട്ടിക്കൊണ്ടുപോകാനൊക്കെ നോക്കിയെന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് വന്നത്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റയിൽ കിടക്കുന്നുണ്ടായിരുന്നു. സോ ഇതെനിക്ക് നേരത്തെ അറിയാറ്. കാര്യം അവിടുത്തെ കള്ളു പിടിച്ച് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്കൊരു ബോധമില്ല. നമ്മുടെ അപ്പപ്പന്മാര് വെള്ളം അടിക്കുന്ന പോലെ എല്ലാവരും കിട്ടാവുന്ന സാധനം മൊത്തം അടിക്കും. എന്നാലും ഇവർക്ക് ഒരു തളർന്നു പോകത്തില്ല. എന്തെടുത്ത് അറ്റാക്ക് ചെയ്യണം. റേസിസം എന്ന് പറയുന്ന സാധനം അപ്പോഴാണ് വരുന്നത്. ഏത് ഇവർ ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് റേസിസം കൂടുതൽ വരുന്നത്. എസ്പെഷ്യലി റഷ്യൻസിന്. ലാറ്റ്വിയൻസിനല്ല, റഷ്യൻസിനാണ് കൂടുതൽ വരുന്നത്. സോ അങ്ങനെ ഒരു സേഫ്റ്റി ഉള്ളതുകൊണ്ട് ഞാൻ ഗൂഗിൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് ഇടാൻ പറയാറുണ്ട്. കാര്യം ഞാനില്ലാത്ത സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സേഫ്റ്റിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് പറയാനാണ്. സോ പെട്ടെന്ന് ലൊക്കേഷൻ എൻ്റെ വീടാണ് കാണിക്കുന്നത്, ആളവിടെ ഇല്ല. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക, വിളിച്ചിട്ടും കിട്ടുന്നില്ല. വന്നപ്പോൾ ചോദിച്ചാൽ എവിടെ പോയി കയറുന്നു. ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ പറയാം എവിടെ പോയി, ഒന്ന് പറഞ്ഞുകൂടെ, പറഞ്ഞിട്ട് കൂടെ. കുഴപ്പമില്ല, ഞാൻ നേരത്തെ വന്നെന്നുള്ളൂ, ഒരു എനിക്കൊരു സർപ്രൈസ് തരാൻ വന്നാൽ ചിരിച്ചിട്ടാ പറഞ്ഞത്. എവിടെ പോയതാ പറഞ്ഞു. അത് ഞാൻ വന്നില്ലേ. അതല്ലടോ എവിടെ പോയതാന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ ആ പെൺകുട്ടിയുടെ ഒപ്പം പുറത്തു പോയതാന്ന് പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടീനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടീനെ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി നേരെ ഞാനുണ്ടെന്ന് അറിയില്ല. പെൺകുട്ടി പറയും എൻ്റെ ഒപ്പോ അതെപ്പാ അപ്പോഴേക്കും പറഞ്ഞു അവരുടെ ഒന്ന് പറ, അതായത് ഗ്യാസ് അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടാ എൻ്റെ ഒപ്പം ഒന്നായിരുന്നു പറഞ്ഞു. ഞാൻ എനിക്ക് ഭ്രാന്തായതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതോ ഈ അവസ്ഥയായിരുന്നു. അത് പിന്നെ സംസാരിച്ച് എന്ന് വെച്ചാൽ ഒന്ന് ഏതെങ്കിലും ഒരാൾ താഴണം. എന്നെ സ്വഭാവം വെച്ചാൽ എനിക്കും ദേഷ്യമാണ്, പുള്ളിക്കാരിക്കും ദേഷ്യം. അങ്ങനെ രണ്ടുപേരും ഫൈറ്റായി. വീണ്ടും ഫൈറ്റ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നേരെ സെയിം സിറ്റുവേഷൻ, ലൈക്ക് വീട്ടിലേക്ക് വിളിക്കാതെ എന്നെ ഇവിടെ ചീത്ത പറയുന്നത് തല്ലുന്നു. എന്നിട്ട് പുള്ളിക്കാരുടെ ഫാദർ വളരെ മോശമായിട്ടൊരു തെറി എന്നെ വിളിച്ചു. അതോടുകൂടി എനിക്ക് ഭയങ്കര ഡൗൺ ആയി. കാര്യം എനിക്ക് അവരെ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇഷ്ടമായിരുന്നു. ലിറ്ററലി എൻ്റെ പാരൻസിനൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ഈ പറഞ്ഞ രണ്ട് വ്യക്തികളെ. കാര്യം അവരുടെ ഒരു സ്നേഹവും അവരൊരു പെരുമാറ്റമൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന. എന്ത് ഫുഡ് വേണമെങ്കിലും അത് എടുത്തു തരിക, ഭയങ്കര പാമ്പറിങ് ആയിരുന്നു അവർ. സോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അവരുടെ അടുത്താണ് എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പോലും ഞാൻ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഈ പുള്ളിക്കാരിയുടെ കാര്യങ്ങളായാലും കുറേ ഇഷ്യൂസ് ഉണ്ട്, അതെല്ലാം ഞാൻ പുള്ളിക്കാരുടെ പറഞ്ഞത്, ഇവരുടെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞത്. അത് എൻ്റെ ഭാഗത്ത് ഏറ്റവും ഫസ്റ്റ് മിസ്റ്റേക്കാണ്. നമ്മൾ ഒരു മാരേജ്, അറേഞ്ച് മാരേജ് ആണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് ഈ പയ്യന്മാരോട് പറയുന്നത്, പറ്റുമെങ്കിൽ നിങ്ങളുടെ പാരൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുള്ള ഏറ്റവും അടുത്ത നല്ല കസിൻസ് ആരെങ്കിലും അവരുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒരു മിസ്റ്റേക്ക് ഞാൻ അവിടെ ചെയ്തു. അതാണ് എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റ്. അങ്ങനെ വീണ്ടും ഉടക്കായി. അങ്ങനെ ഉടക്കായി അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു രീതിയിൽ ഒത്തു പോകുന്നില്ല. എനിക്കും പതുക്കെ റിയലൈസ് ചെയ്ത് തുടങ്ങി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. കാര്യം ഇതാണ് സിറ്റുവേഷൻ. ആളെ ഇനി ഒരുപാട് സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമില്ല. കാര്യം ഒരു പെൺകുട്ടിയാണ്, എന്തായാലും അവർക്കൊരു ലൈഫുണ്ട്, ഭാവിയുണ്ട്. എന്ത് കാര്യമായിക്കോട്ടെ നമുക്കത് ഇൻഡെപ്തിലേക്ക് പോകണ്ട. ഒരു ലെവലിൽ തന്നെ നമുക്കത് മനസ്സിലായെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ഒരുപാട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടുന്ന ഏത് അവസ്ഥയിലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. സോ അങ്ങനെ ഞാൻ എൻ്റെ നിലയ്ക്കാണ് പോണത് പോലെ പോട്ടെ എന്ന് വിചാരിച്ച് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അവസാനം ആളൊരു ദിവസം പൊട്ടിത്തെറിച്ച് എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ തകർന്നു. ഞാൻ ആ ഒരു കാര്യം ചിന്തിക്കുന്നില്ല അവിടെ. ഇവർ പെട്ടെന്ന് ഡിവോഴ്സ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇതെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ എനിക്കൊണ്ട് പെൺകുട്ടികളായിരിക്കും ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നത്. ഞാനത് മോശമായിട്ട് പറയുന്നതല്ല, ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ തന്നെ വേണം. പക്ഷെ എൻ്റെ കേസിൽ ഒരു ആവശ്യമില്ലായിരുന്നു. ഇനി സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ മൈ ഗോഡ്. പിന്നെ അത് തീർക്കാൻ വേണ്ടി ഖത്തറിൽ എൻ്റെ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഖത്തറിലേക്ക് പോയി.
സംസാരിച്ച് ഓക്കെ ആക്കി അവർക്കെല്ലാം നല്ല പ്രതീക്ഷ. എൻ്റെ പപ്പ മമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്റർ ഖത്തറിൽ പോയതിന് ശേഷം അവരുടെ സ്വന്തം മകളൊക്കെയും അത്രയും ഇഷ്ടമായിരുന്നു. തിരിച്ചും അങ്ങോട്ടും അങ്ങനെ തന്നെ കേട്ടോ, അല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഇയാളുടെ അപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴേക്കും എൻ്റെ ലൈഫിൽ 2 വ്യക്തികൾ ഞാൻ കരയണ കണ്ടത് അപ്പോഴാണ്. ഒന്ന് എൻ്റെ പപ്പയും പിന്നെ എൻ്റെ ബ്രദറിലോ ഫായിസ് എന്ന പേര്. ആളും ഇവർ രണ്ടുപേരും ലിറ്ററലി കരയുന്നത് കണ്ടപ്പോഴാണ്. കാര്യം എന്നെ അവരെല്ലാവരും വളർത്തുന്നത് അങ്ങനെയാണ്. കാര്യം വീട്ടിലേറ്റവും കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തുന്നത്. അതിപ്പോഴും അതെ. എൻ്റെ എല്ലാ ചിലവുകളും ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഖത്തറിലെ വിസ എടുത്തിട്ടുണ്ട് അതെല്ലാം സിസ്റ്റർ തന്നെ നോക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. സിസ്റ്റർ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുകയും ചെയ്ത ആ സമയത്ത് സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ കുട്ടിക്ക് വേണ്ട ആ സിറ്റുവേഷൻ ആണെങ്കിൽ നീ വിട്ടുകള അല്ലെങ്കിൽ നിർത്തിയേക്ക്, അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട്, അവർ പോട്ടെ, നമുക്ക് എന്താ വെച്ചാൽ നോക്കാം. ദിസ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ലൈഫ്, മൈൽസ് ടു ഗോ. കുറേ കാര്യങ്ങൾ ചെയ്യാൻ ലൈഫിൽ. ശരിക്കും ഇപ്പോഴും വിഷമമുണ്ട് ആളിട്ടിട്ട് പോയതിൽ? ഇപ്പോൾ വിഷമമില്ല. ഇപ്പോൾ വിഷമമുള്ളത് മറ്റു ചില കാര്യങ്ങളിലാണ്. അതായത് എടോ ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. സീരിയസ്ലി അവരൊക്കെ എത്ര പെട്ടെന്ന് അതിലേക്ക് എത്തി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാര്യം നമ്മൾ അത്രയും എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് കയറി ചെന്നു, അതുകൊണ്ടായിരിക്കും നമുക്ക് അത്ര വിഷമമായത്. ഓക്കെ, ഞാൻ എന്നിട്ട് തിരിച്ച് ലാറ്റ്വിയയിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ 10 ദിവസത്തേക്ക് പോയാൽ ഞാൻ 1 മാസം അവിടെ നിന്നു. എൻ്റെ കംപ്ലീറ്റ് അഡ്മിഷൻ്റെ വർക്കുകളും എല്ലാം ബ്ലോക്കായി അവിടെ. ഒരു വീഡിയോസ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. കാര്യം എന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. അവരെല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യം പറയുമ്പോൾ അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, എന്തായാലും കുഴപ്പമില്ല, എല്ലാ പ്രൊജക്ട്സും കൂടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു, ഇതിന് ശേഷം മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ, നീ ഓക്കെ ആയിട്ട് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോയി, യൂസായി. ഞാൻ ലാറ്റ്വിയയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സിനെ പോലും ഞാൻ അടുപ്പിച്ചില്ല. കാര്യം എൻ്റെ റൂമിൽ ആ അപ്പാർട്ട്മെൻറ്റിൽ അത്രയും ദിവസം എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒറ്റയ്ക്ക്. ആ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഒറ്റപ്പെടുന്നത് തിരിച്ചറിയുന്നത്. നമുക്ക് പരിചയമില്ലാത്തൊരു രാജ്യത്ത് ഒരാളും ഇല്ല, ഒന്നുമില്ല, പറയാനും ഇല്ല, സംസാരിക്കാനും ഇല്ല, ഒരു കാറ്റ് പോലും ഇല്ല. അവിടെ കാറ്റ് പോലും ഇല്ല. വിൻ്റർ സമയം പറഞ്ഞു കാറ്റെങ്കിലും വീശിയെറിഞ്ഞ് അതിൻ്റെങ്കിലും സൗണ്ട് കിട്ടിയെന്നുള്ള അവസ്ഥയിൽ പോയി. അവിടെ ഇരുന്ന് ഫുൾ നരകമായിരുന്നു പറയാറ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സൂയിസൈഡ് ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ വാഷ്റൂമിലെടുത്ത് മറ്റേ ലിക്വിഡൊക്കെ എടുത്ത് പിടിച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടാണ് ഹെൽപ്പ് ചെയ്ത് തന്ന് ഇതാക്കിയത്. എന്നിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു. വീട്ടുകാർ കുറേ ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഡിപ്രഷനായി, ഭയങ്കര ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഈ ലാറ്റ്വിയയിൽ അപ്പോഴും ഈ കമൻറ്റ് ചെയ്യണം, കുറ്റം പറയും, തെറി വിളിക്കുന്നവർക്ക് അറിയില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഈ കാര്യങ്ങളൊന്നും ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞില്ല. കാര്യം എൻ്റെ പേഴ്സണൽ എല്ലാ വ്ളോഗേഴ്സും ചെയ്യുന്ന പോലെ, ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന പോലെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല എനിക്ക്. സോ ഞാൻ എൻ്റെ ഒരു വേറെ ഫേസ് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. സോ ഇതൊക്കെ ഇരുന്ന് സഹിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗേളാണ്, പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട്. പുള്ളിക്കാരി ആ സമയത്തൊക്കെ എൻ്റെ വൈഫിനോട്, ആ എക്സ് വൈഫായിരുന്ന പുള്ളിക്കാരി സംസാരിക്കാനൊക്കെ ഒരുപാട് നിന്ന ഒരാളാണ്. ആ ആളെക്കുറിച്ച് പോലും ഇദ്ദേഹം വളരെ മോശമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അതിൻ്റെയൊക്കെ സംസാരിച്ച് കേട്ടപ്പോഴേക്കും ഡൗണായി. പിന്നെ ഫുള്ള് എനിക്ക് ബോധമില്ല എന്ന് തന്നെ പറയാം. ഫുഡ് കഴിക്കില്ല, ജോലിക്ക് പോകത്തില്ല, റൂമിൽ തന്നെ ഇരുന്നിരുന്ന് ഒരു മനുഷ്യൻ ആ സമയം കൊണ്ട് കരഞ്ഞു തീർക്കാമെന്ന് അത്രയും കരഞ്ഞു തീർത്ത്. പിന്നെ ഒരു വേക്കപ്പ് പറഞ്ഞു. പിന്നെ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സ്. എത്ര വർഷമായി ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ഒരു ജൂലൈ ആ ഒരു ടൈമിലാണ്. ആ ഒരു കുറച്ച് ടൈം കൊണ്ട് ഇത് കഴിഞ്ഞു. ഞാനൊരു 2 months 3 months എടുത്തു. എനിക്ക് തോന്നുന്നു പലരും ഇപ്പോഴും 2 വർഷം 3 വർഷമായിട്ട് ഡിവോഴ്സിന്റെ ഭാരം തലേ ചുമന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മെയിൻ ഫാക്ടർ കുട്ടികളാണ്. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ബിക്കോസ് ഏതോ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഐ റിയലൈസ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. അല്ലാതെ ഇതിലൊരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യുന്നു ചിന്തിച്ചത് കൊണ്ടാവാം മേ ബി ആ ഒരു ഇതിലേക്ക് ഞാൻ പോയില്ല. അതിൽ ഞാൻ പുള്ളിക്കാരിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. കാര്യം അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ വളരെ ഒരു വലിയ വിഷമമാണ്. കല്യാണം കഴിക്കുന്ന എല്ലാവരുടെ അടുത്തും പറയാം, ആദ്യത്തെ വർഷം തന്നെ കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ള ഫാക്ടർ വിടുക. ഒരു 2-3 years എടുക്കുക. നിങ്ങളൊന്നും ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം ആ ഒരു ഫാക്ടറിലേക്ക് കിടക്കുക. അങ്ങനെ അത് കഴിഞ്ഞു. ഒരുപാട് കരഞ്ഞു എന്ന് പറയാൻ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ഇന്നും വീട്ടിലിരുന്നിട്ട് ഞാൻ ചിന്തിച്ച കാര്യം, ഇന്നലെ രാത്രി കിടക്കാൻ നേരത്തെ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്ക് കിടന്ന കുറേ നിമിഷങ്ങൾ, നമ്മുടെ നജീബൊക്കെ മരുഭൂമി കിടന്ന ഒരവസ്ഥയായിരുന്നു എനിക്ക്. ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല. ഞാൻ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ പറ്റാണ്ടായിട്ട്. വയറൊക്കെ ബ്ലോട്ടായിട്ട് ആ ഒരവസ്ഥ. റൂമിൻ്റെ ഒന്നും ക്ലീൻ അല്ല, ഒന്നുമല്ല. എന്തൊക്കെയോ അവിടെ നടക്കുന്നത്, എന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാനിങ്ങനെ കാറിലൊക്കെ ഡ്രൈവ് ചെയ്യാനിരിക്കുമ്പോഴേക്കും കണ്ണീന്ന് ഇങ്ങനെ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പുള്ളിക്കാരി കൂടെ ഇരിക്കുമ്പോൾ എന്ത് പറ്റിയതാ, നീ എങ്ങടി പോണേന്ന് വണ്ടി എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട സിറ്റുവേഷനാണ്. കാര്യം ഇപ്പോൾ കണ്ണീര് വരും വരുന്നില്ല. നല്ല സങ്കടമുണ്ട് ഇത് പറയുമ്പോൾ. പക്ഷെ കരയാൻ പോലും പറ്റുന്നില്ല. കാര്യം അത്രയും തീർന്നു. എൻ്റെ ലൈഫിൽ കരച്ചിൽ എന്ന് പറഞ്ഞ സാധനം തീർന്നു പറയാം. ആളിപ്പം വേറെ കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ലാറ്റ്വിയ തന്നെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എവിടെ ഉള്ളത് എന്താണെന്ന് അറിയില്ല. ഞാൻ അതിൻ്റെ വേറെ ബൂട്ട്സ് ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല. അതിനുശേഷം ഞാൻ ടോട്ടലി അവരുടെ ലൈഫായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ മുമ്പോട്ട് പോകണേ. പക്ഷേ പിന്നെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന വേറെ പിന്നെ ഞാൻ ഇതുപോലെ
ജോബ് വിസയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ നല്ല ഏജൻസീസ്, അതായത് നമ്മുടെ മാൻ പവർ സപ്ലൈ ചെയ്യാനുള്ള റൈറ്റ്സ് ഉള്ള ഏജൻസീസ് ഉൾപ്പെടെ ഉണ്ട്. ആഹ് അതല്ലാണ്ട് നല്ല കണക്ഷൻസ് ഉള്ള യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ ഏജൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല നല്ല വേക്കൻസീസ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ തുടങ്ങി. നല്ല വേക്കൻസീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനൊപ്പം ഫേക്ക് ആയിട്ടുള്ള ഏജൻസീനെ ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള ഓരോ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു സമയം എത്തിയപ്പോഴേക്കും ഇനി ഒന്നുമില്ല നഷ്ടപ്പെടാൻ. ഇതിപ്പോൾ ആരെങ്കിലും വന്ന് കൊല്ലാൻ വന്നാലും ഓക്കെ ഫൈൻ. അതാണ് അന്ന് ആ തല്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. 10-25 പേര് അത് ഇതുപോലെ ഏതോ ഒരു പെൺകുട്ടി ഇതുപോലെ എല്ലാവരും ഗ്രൂപ്പായിട്ട് റൂം എടുത്തു. അപ്പോൾ റെൻ്റൽ എഗ്രിമെൻ്റ് ആയിട്ട് പോയി. അവിടുത്തെ റെൻ്റൽ എഗ്രിമെൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത് ചോദിച്ചിട്ട് അവിടെയുള്ള ബാക്കി പിള്ളേർ, ഒരു പയ്യനും ഉണ്ടായിരുന്നു, ഒരു പറഞ്ഞു റെൻ്റൽ എഗ്രിമെൻറ്റ് തരാൻ പറഞ്ഞ കാര്യം ഇവർക്ക് എമിഗ്രേഷനിൽ ഫയൽ ചെയ്യണത് RP റെസിഡൻറ്റ് പെർമിറ്റ് കിട്ടാൻ വേണ്ടി. ഇതിനു വേണ്ടി കുറേ ചോദിച്ചിട്ട് ഇവർ കൊടുക്കുന്നില്ല. ഇത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പയ്യന്മാർ തമ്മിൽ സംസാരിച്ച കൂട്ടത്തിൽ ഞാനിങ്ങനെ എന്തോ തെറി പറഞ്ഞു, നിങ്ങൾ എന്തീ കാണിക്കുന്ന, ഇത് കൊടുത്തുകൂടെയെന്ന് പറഞ്ഞു. ഇത് ഇവർക്കൊരു റീസൺ ആയിരുന്നു. ഇവർക്ക് എന്തെങ്കിലും റീസൺ കിട്ടണമായിരുന്നു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓൾറെഡി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ഇവനായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവനെ തപ്പിയാണ് ഞാൻ പാർക്കിൽ കാറ്റും കൊണ്ട് പാട്ടും കേട്ടിരിക്കാറ്. ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ലൈഫിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്ന് ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇത് വണ്ടി വിളിച്ചിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ പിന്നെയും വന്നത്. അവിടെ ഇരുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഈ പയ്യന്മാർ വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നു. എന്തോ ഒരുമാതിരി റേപ്പ് കേസിൽ പിടിച്ച പ്രതിനെ പോലീസ് കൊണ്ടുവന്ന് നടക്കുകയാണ്. എല്ലാവരും കൂടി നിന്നിട്ട് അതെല്ലാവരും ലിറ്ററലി ഭയങ്കരമായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ ഏതോ റൂമിൽ പാർട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു 10-30 പിള്ളേരോളം 10-25 പിള്ളേരോളം വന്നു റോക്കി ബാൻഡ് തല്ലാൻ വേണ്ടി. ഞാൻ ആലോചിച്ചു എന്താ ഒരാൾ വന്നാൽ പോരെ, അത് 2 പേര് 4 പേര് വന്നാൽ ചിലപ്പോൾ എന്നെ തല്ലാൻ പറ്റും. 2 പേരൊക്കെയാണ് ചിലപ്പോൾ നമ്മൾ ഇടിച്ച് നിൽക്കും. ഇത്രയും പേര് ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഗുണ്ടായിസം. ഞാനിത് എന്ത് സംഭവം എന്ന് ആലോചിച്ചിട്ട് ഒരാൾ പോലും മേത്ത് തൊട്ടില്ല. തൊട്ടൊരാളെ ഞാൻ തിരിച്ചു ചവിട്ടി. അങ്ങനെ പോലീസ് വന്നു, കേസായി. ആ പയ്യൻ്റെ പേരിൽ കേസായി. അഡ്മിനിസ്ട്രേറ്റീവ് ലോ പ്രകാരം കേസ് എടുത്തു. 75 euro ഫൈനും വന്നു. പക്ഷേ ഈ കഥയല്ല അവിടെ പുറത്ത് പറയുന്നത്. മല്ലുവിനെ എല്ലാവരും കൂടി ചവിട്ടി കൂട്ടി തല്ലി ഇടിച്ച് അവൻ കരഞ്ഞു പോയി എന്നൊക്കെയാണ്. ഞാനിത് കേട്ടപ്പോൾ പിന്നെ തിരുത്താന്നില്ല. ഓക്കെ ഫൈൻ, അവരൊരു ആഗ്രഹമല്ലേ, നടന്നോട്ടെ. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. അവിടെ ആൾക്കാർ കൂടി എന്നുള്ള സത്യം തന്നെ. പോലീസ് വന്നപ്പോഴേക്കും ഇവരെല്ലാവരും 4 ഭാഗത്തേക്ക് ഓടി. പിന്നെ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക. കാര്യം എൻ്റെ തലയിൽ ഫുള്ള് മറ്റേ ഇഷ്യൂവാണ്. അത് ഇനിയെങ്കിലും ലാറ്റ്വിയയിൽ വീഡിയോ കാണുന്ന പിള്ളേർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ തലയിലുണ്ട് എൻ്റെ ഫാമിലി ലൈഫിൽ ഏറ്റവും വലിയ ഇഷ്യൂ. ആ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യനായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പേരിൽ വന്നിട്ട് അതിൻ്റെ ചീത്തപ്പേരും കേൾക്കേണ്ട വന്നാൽ എനിക്ക് ഒന്നും മിണ്ടിയില്ല. ഫൈൻ, അങ്ങോട്ട് പോട്ടെ, കാര്യം നമുക്ക് ഇതിനൊന്നും സമയമില്ല എന്നുള്ള രീതിയിൽ ലൈഫ് അങ്ങോട്ട് പോയി. അങ്ങനെയൊക്കെ ഇതുപോലെ ഓരോരോ ഇഷ്യൂസ് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇഷ്യൂസ്. എനിക്കൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത വ്യക്തികളെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഫൈൻ, അതങ്ങോട്ട് പോയി കഴിഞ്ഞു. പിന്നെ റിക്കവറായി. അങ്ങനെ ഇവിടം വരെയൊക്കെ എത്തി എന്ന് പറയാം. ഇതൊക്കെയാണ് ഫാമിലി ലൈഫിൽ ഇത്. ഇനി ഒരു പുതിയ ജീവിതം നോക്കുന്നുണ്ടോ? അയ്യോ ഇല്ല, മതി. എന്തോ ഒരു പേടിയാണ്. അതിപ്പോഴും വീട്ടുകാരിടക്ക് പറയുമ്പോഴേക്ക് ഞാൻ ചൂടാവും. എനിക്കിപ്പോൾ ഏറ്റവും വലിയ എൻ്റെ ഒരു പ്രശ്നം അതാ, പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. കയ്യിൽ നിന്ന് പോവുക. കാര്യം ഒരു ലെവൽ വരെ 2 തവണ 3 തവണ ഒരു കാര്യം ഒരാൾ പറയണ കേട്ട് 3-ാം തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അത് വീട്ടുകാരുടെ അടുത്തത് എല്ലാവരുടെ അടുത്തത്. അപ്പോൾ അങ്ങനെ ആയി. അത് ആങ്കർ മാനേജ്മെന്റ് ഒന്ന് പഠിക്കണം എന്ന് ആലോചിച്ചു. അത് ഏതെങ്കിലും കൺസൾട്ടേഷൻ വേണ്ടി വരും. ദേഷ്യം കുറക്കാൻ മാക്സിമം പഠിച്ചുകൊണ്ടിരിക്കുക. അത് സെറ്റാവും. കാര്യം യൂറോപ്പിൽ പോകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യം ഒന്നില്ലെങ്കിൽ സെറ്റിലാവും, നല്ല എഡ്യൂക്കേഷൻ കിട്ടും, നല്ല സാലറി കിട്ടും, കടന്നു കയറും. എനിക്കുണ്ടായ ഏറ്റവും വലിയ കാര്യം ജീവിതം എന്താണെന്ന് പഠിച്ചു. ഒരുപാട് വ്യക്തികളെ കണ്ട്, നല്ല വ്യക്തികളെ കണ്ട്, അവരുടെ ജീവിതാനുഭവങ്ങൾ കണ്ട്, ഒരു മനുഷ്യൻ എത്ര വേസ്റ്റ് ആവാന്നുള്ളത് പഠിച്ചു. ഏതൊക്കെ സിറ്റുവേഷനിൽ കൂടി ഒരാൾ കടന്നു പോകുന്നുള്ളത് പഠിച്ചു. ഫാമിലി ലൈഫ് ഏത് ലെവലിലേക്ക് പോകണമെന്ന് പഠിച്ചു. ഇതൊന്നും ഒരു ഫിലിമിൽ ABCD പറഞ്ഞിട്ടുണ്ട്, കേരള ആണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പായിരുന്നു ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. ഞാനിവിടെ ഈ 22-23 വർഷം ജീവിച്ചിട്ട്, അല്ലെങ്കിൽ 25 വർഷം ജീവിച്ചിട്ട് കിട്ടാത്തൊരു ലൈഫിലെ അനുഭവമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് മെൻ്റലി ഞാൻ ഡൗൺ ആയി ഓക്കെ ആയി വന്നപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫഹീം മെഹറൂഫ് എന്ന് പറഞ്ഞാൽ. അവൻ്റെ പോഡ്കാസ്റ്റ് ഇപ്പം ഇന്ന് റിലീസായിട്ടുണ്ട്. യൂറോപ്പിലെ തന്നെ അത്യാവശ്യം വലിയൊരു പോഡ്കാസ്റ്റ് ചാനലുണ്ട്. അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് പോഡ്കാസ്റ്റ്. അവൻ്റെ ട്രാവൽ വീഡിയോസ് കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ്. അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പിള്ളേര് ഓരോന്ന് വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അവിടുത്തെ ആ സോക്കോൾഡ് യൂട്യൂബർ. അതല്ല, ലാറ്റ്വിയയിൽ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു. വേറെ യൂട്യൂബർ ലാറ്റ്വിയയിലെ വാസ്കോഡിഗാമാന്ന് ഞാൻ കളിയാക്കി വിളിക്കുന്ന യൂട്യൂബർ. നല്ലൊരു വ്യക്തിയാണ്, ആളെ മോശം പറയുന്നതല്ല, നല്ല പേഴ്സണാലിറ്റിയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ
ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അദ്ദേഹത്തെ ഇമ്മച്യൂർഡായിട്ട് പലപ്പോഴും പെരുമാറുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് എന്നെ ആൾ വിളിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നീ എന്നെക്കുറിച്ച് എന്തിനാണ് മോശം പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ പിള്ളേർ വിളിച്ചിട്ട് പറയാ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിട്ട് ഇവരെന്താണ് ഈ പിള്ളേരെ മെന്റാലിറ്റി എന്ന് എനിക്കറിയില്ല. എന്നാന്ന് എല്ലാം എന്ന് പറഞ്ഞ പിള്ളേര് കെമിക്കൽസ് ഉൾപ്പെടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെയാണ് അവരുടെ അപ്പാർട്ട്മെന്റ്. അവിടെ അപ്പം അതൊന്നും നിരോധിച്ചിട്ടില്ലേ? അവിടെ എല്ലാം കിട്ടും. ഈ പറയാൻ പാടില്ല, യൂട്യൂബിൽ ചിലപ്പോൾ കട്ടാവും. ആ സാധനം മനസ്സിലാലോ, പച്ചല. ഈ പച്ചല അവിടെ കിട്ടും, ഇല്ലീഗലായിട്ട് കിട്ടും. ലീഗലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മെഡിസിൻ പർപ്പസിനും മറ്റും യൂസ് ചെയ്യുന്ന അതിന്റെ ഷോപ്പുകളുണ്ട്. പലരും പറഞ്ഞെങ്കിൽ അവിടെ ഇല്ലീഗൽ അല്ല, ലീഗലാന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ ഇല്ലീഗൽ തന്നെയാണ് ഈ സാധനം. ഇല്ലീഗലായിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ഡ്രഗ്സ് ഇല്ലീഗലായിട്ട് അവിടെ സെയിൽ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒരു റൂട്ട് മാപ്പ് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കുറേ പേരുടെ ഇതിൻ്റെ അകത്തൊക്കെ എല്ലാം പോയി സംസാരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷനൊക്കെ നന്നായിട്ട് അറിയാം. അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇന്ത്യൻസും മലയാളീസും തന്നെയാണ്. ഇന്ത്യ ട്രാൻസ്പോർട്ടേഷനും മറ്റു കാര്യങ്ങൾക്കെല്ലാം സീരിയസ്ലി മലയാളീസും ഇന്ത്യൻസും തന്നെ അവിടെ നിൽക്കുന്നത്. ആ വ്യക്തികൾ ഉൾപ്പെടെ എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിൽ പറഞ്ഞിട്ട് കാര്യം എന്തുകൊണ്ടാണ് അങ്ങനത്തെ വിഷയങ്ങൾ ഇപ്പൊ ഹലോ മല്ലൂസ് എന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്ന ആള് ഇത്രയും വലിയ ഒരു പ്രശ്നം അവിടെ നടന്നിട്ട് എന്താ പ്രതികരിക്കാത്തത്? അതിന്റെ പിന്നിലുള്ള റഷ്യൻ മാഫിയ മറ്റു ടീമുകളൊക്കെ ആയിരിക്കുള്ളൂ. ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല, പീസാക്കി എവിടെയെങ്കിലും കൊണ്ടുവരും. അവിടുത്തെ പോലീസുകാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് പോലീസാണ്. ഗവൺമെന്റിന്റെ 2-3 ഉദ്യോഗസ്ഥരെ അവിടെ ഉണ്ടാവത്തുള്ളൂ. ഇത് വേറൊരു കാര്യം കൂടി എനിക്ക് അതിൽ പറയാനുള്ളൂ. പോളണ്ടിലുള്ള ഒരു പെൺകുട്ടി ലാറ്റ്വിയനെ കുറിച്ച് മോശമായിട്ട് വീഡിയോ ചെയ്തപ്പോഴേക്കും ഞാൻ അതിനെ തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയോട് ഞാൻ ഇപ്പോൾ മാപ്പ് ചോദിക്കുകയാണ്. ബിക്കോസ് താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. കുറേ കാര്യങ്ങളിൽ ലാറ്റ്വിയ ഇസ് നോട്ട് സേഫ് എന്ന് പറയാം ഒരു സിറ്റുവേഷനിലെ കാര്യം. എൻ്റെ അറിവിൽ ഒരു മരണം അവിടെ ഉണ്ടായിട്ട് ഒരു പയ്യൻ പുഴയിൽ വീണ് മരിച്ചപ്പോൾ അവൻ്റെ ബോഡി റിക്കവർ ചെയ്യാൻ പോലീസ് ഒരുപാട് ലേറ്റായി. 2nd ഡേ പോലും സെർച്ച് നടന്നില്ല. 3rd ഡേ പോലും സെർച്ച് നടന്നില്ല. 4th ഡേ അവിടെയുള്ള മലയാളി പിള്ളേർ ജസ്റ്റ് ബോട്ടിന് പോയപ്പോൾ കൈ പൊങ്ങി കിടക്കണപ്പോഴാണ് പൊക്കിയെടുത്തത്. അവൻ്റെ ഫാമിലിക്ക് ഉണ്ടായ നഷ്ടം, ആ ബോഡിയുടെ സിറ്റുവേഷനാണ് ഞാൻ ഈ പറയണേ. അത് ചിലപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ബോഡി കിട്ടിയാനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവനോടെങ്കിലും കിട്ടിയാനെ. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ അവിടുത്തെ നാട്ടിലുള്ള ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ പോലീസിനാണ് അവിടുത്തെ കൂടുതൽ അറിയുള്ളൂ. അവർക്കാണ് ഏറ്റവും പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ ഇടപെടേണ്ട സമയത്ത് ഇടപെട്ടിട്ടില്ല. കാര്യം ആൾ മുങ്ങിപ്പോയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ആ പയ്യനെ കിട്ടിയത്. അന്നും ഞാൻ വീഡിയോ ചെയ്തപ്പോഴേക്കും എല്ലാവരും ചോദിച്ചു, നീ ലാറ്റ്വിയനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, നീ പോലീസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു രാജ്യത്ത് നിന്നിട്ട് നമ്മൾ അവിടുത്തെ പോലീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു മിനിമം ബോധം പോലും ഇവിടുത്തെ പിള്ളേർക്കില്ല. അവിടെയുള്ള പിള്ളേർക്ക് എന്തും വെട്ടി തുറന്ന് പറയാമെന്നല്ല, എല്ലാത്തിലും ഈ റഷ്യൻസ് അല്ലെങ്കിൽ ലാറ്റ്വിയൻ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നമ്മൾ അവരെയും റെസ്പെക്ട് ചെയ്യണം നമ്മൾ അവിടുത്തെ നാട്ടിലേക്കുമ്പോൾ. കാര്യം നമ്മുടെ ഇവിടുത്തെ പിള്ളേർ പോയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റൈറ്റ് അല്ല. ഈ പറഞ്ഞ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത്, വണ്ടി വളരെ റാഷായിട്ട് റോട്ടിൽ കൂടി ഓടിക്കുന്നത്, പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ കാർ ഓടിക്കുന്നത്, പിന്നെ ഇല്ലീഗലായിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്, ഇങ്ങനെ മുതൽ സകലമാന കാര്യത്തിലും ഇന്ത്യൻസ് എന്നുള്ള പേരുണ്ട്. ഒരു ഇഷ്യൂ നടന്ന ഞാൻ നേരത്തെ പറയല് വഴി കിടന്ന് അടി കൂടുന്നത് എന്ന് വെച്ചാൽ ഞാനായിട്ട് അങ്ങനെ ഒരു വഴക്ക് പ്രശ്നം അതിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. യൂറോപ്പാണ്, അവിടുത്തെ ആൾക്കാർ കാണുന്നുണ്ടത് ഇന്ത്യൻസ് ആണ് അവിടെ. സോ അതൊരു ബാഡ് ഇംപ്രഷനിലേക്കേ പോവുള്ളൂ. ജർമ്മനിയിൽ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് ലാറ്റ്വിയയിലെ ടിക്ടോക്കേഴ്സ് ന്യൂസ് ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് വന്നത് ഇങ്ങനെയാണ്, വി ഹാവ് ബ്ലാക്സ് ഹിയർ. ഐ മീൻ നമ്മളെയാണ് ഒരു ബ്ലാക്സ് അല്ല, ഈ ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് ചാനൽ പടച്ചു വിടുന്നതാണ് ഇവരെ തലയിലേക്ക് ഫീഡ് ആവുന്നത്. എൻ്റെ അടുത്ത് ഇന്നേ വരെ 3 വർഷത്തിൽ എനിക്ക് ഒരാൾ പോലും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. വളരെ സ്നേഹമായിട്ട് സംസാരിക്കാറുള്ളൂ. ഇന്നേ വരെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്നല്ല പറയുന്നത്, ഉണ്ടായിട്ടുണ്ട് പലർക്കും, എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഈ ന്യൂസ് ചാനലിൽ നിന്ന് വന്ന ഫീഡുകളാണ് പലരും തലയിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വന്നപ്പോൾ ബ്ലാക്സ് ഗ്യാങ്ങിങ് അപ്പ്, വി ഡോണ്ട് നോ, മേ ബി ദേ ഹാവ് വെപ്പൺസ്, വി ഡോണ്ട് നോ വാട്ട് ദേ ആർ ഡൂയിങ്, ദ ഇമിഗ്രേഷൻ വാണ്ട് ടു ബി മോർ സ്ട്രിക്ട്, ബ്ലാ ബ്ലാ ബ്ലാ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഇങ്ങനെ കുറേ ന്യൂസുകൾ പറയാൻ തുടങ്ങി. അപ്പോൾ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ പോലീസൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയി. അവർ കോമ്പിങ് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ സാധനം മാറ്റും. കാര്യം അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് വരുന്നത് ഇന്ന സ്ഥലത്ത് പോലീസ് വന്നിട്ടുണ്ട്, അപ്പം തന്നെ ഈ വക സാധനമുള്ളവനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ആ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവിടെ ഗ്രൂപ്പുകളിൽ വന്ന കാര്യങ്ങളാണ് ഏറ്റവും കോമഡി. അത് എന്തെങ്കിലും ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ ലിറ്ററലി കുടുംബശ്രീ ട്രോക്ക്, അങ്ങനത്തെ ഓരോ ടോക്സാണ് ഗ്രൂപ്പുകളിൽ. ഒരു പിള്ളേർക്ക് അവർ കുടുംബശ്രീക്കാരെ മോശം പറഞ്ഞല്ല, സോറി കുടുംബശ്രീ അല്ല, പരദൂഷണം ടോക്സ് ആണ്. സോറി ഗൈസ് അഗൈൻ, പരദൂഷണം ടോക്സ് ആണ് അവിടെ. കുറേ ഞാൻ വന്ന സമയത്ത് ഗ്രൂപ്പുകളൊന്നും അങ്ങനെയല്ല, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് തോന്നുന്നു ആ വ്യക്തികളൊക്കെ ലാറ്റ്വിയനെ പോയിട്ടുണ്ടാവണം. പിന്നെ അവിടെ ഗ്രൂപ്പുകളിൽ ആകെ കാണുന്നത് INR അവൈലബിൾ, യൂറോ അവൈലബിൾ, ഇല്ലീഗൽ മണി ട്രാൻസാക്ഷൻ. അത് ചെയ്തോട്ടെ, നല്ല കാര്യമാണ്. കാര്യം പെട്ടെന്ന് ക്യാഷ് അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് പിള്ളേർക്ക് കാശ് കിട്ടുന്ന കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിന് പോലും അല്ലെങ്കിൽ ലാറ്റ്വിയ ഗവൺമെൻറ്റിന് പോലും അറിയാത്തൊരു കാര്യമാണ് ഈ മണി ട്രാൻസാക്ഷൻ. എന്ന് വെച്ചാൽ നാട്ടിൽ INR കൊടുക്കും, അവിടെ യൂറോ ഇട്ട് കിട്ടും. അതിൽ ട്രാൻസാക്ഷനും ഇല്ല, വേറെ ടാക്സും ഇല്ല, ഒന്നുമില്ല. അത് ഉപകാരമാണ് ചില സമയത്ത്, പക്ഷേ ഇല്ലീഗലാണ്, പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുന്ന കേസുമാണ് ഇത്. പിന്നെ വോൾട്ട് അക്കൗണ്ട് ഫോർ റെന്റ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളേ ഉള്ളൂ ഗ്രൂപ്പിൽ ഇപ്പം. അല്ലാതെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും അവിടുത്തെ ഒരു ഗ്രൂപ്പിലും ഞാൻ കണ്ടിട്ടില്ല.
പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇപ്പം എന്നെക്കുറിച്ച് അതാ ഞാൻ ആ മറ്റേ യൂട്യൂബറിൻ്റെ ലാറ്റ്വിയിലുണ്ടായിരുന്ന യൂട്യൂബറിൻ്റെ കേസ് ഇതുപോലെ എന്തൊക്കെയോ കുൽസിതങ്ങൾ ആരോ പോയി ഇവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവൻ ഗ്രൂപ്പിൽ വന്നിട്ട് തെറിവിളി ആ തെറിയൊക്കെ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യുന്ന ഒരാൾ ഇതുപോലെ ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. അവൻ വൃത്തികെട്ടവൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാനിത് കേട്ടിട്ട് ഇവന് എന്തുവാണ്, ഇവന് ഇത്രയും നാൾ ഞാൻ ഇത്ര റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി ഇത് ഇങ്ങനെയാണ് പെരുമാറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ചോദിക്കുക, എടാ എന്താ ഇഷ്യൂ, എന്താ സംഭവം, ഒന്നുമില്ല. ഈഗോ ആണോ എന്താണെന്ന് അറിയില്ല. കാര്യം പുള്ളി ഒരു 4 വർഷം കൊണ്ട് അവിടെ കിടന്ന് കളിച്ച കളി ഞാൻ 2 വർഷം കൊണ്ട് ആ ഫോളോവേഴ്സ് ലിസ്റ്റും അതിൻ്റെ മുകളിൽ കയറി എല്ലാം കൊണ്ട് ഞാൻ സെറ്റായി. നല്ല ഏജൻസീസ് ആയിട്ട് ടൈപ്പ് വരുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫ് ലിറ്ററലി പറഞ്ഞാൽ ലാറ്റ്വിയയിൽ എന്നെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തി എൻ്റെ അളിയൻ്റെ അടുത്ത് പറഞ്ഞതാ, ഇവിടെ വന്നിട്ട് ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കാശുണ്ടാക്കി പോകേണ്ടി ലിയാസായിരിക്കും. അതെന്താ ഞാൻ മാന്യമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ കാര്യങ്ങൾ. ഒരാളെയും പറ്റിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് റെക്കോർഡ്സും ഉണ്ടാവാറുണ്ട് എല്ലാത്തിൻ്റെ. ഞാനിപ്പോൾ ഒരു പിക്കപ്പ് എടുത്താൽ പോലെ അത് ആരാണ് എന്താണ് എവിടെ ഡ്രോപ്പ് ചെയ്യുന്നുള്ള എൻ്റെ നോട്ട്സിൽ ഉണ്ടാവും. അത് ഞാൻ പോലും അറിയാത്ത വ്യക്തികളാണ് എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ പിക്കപ്പ് ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറി അങ്ങനെ പെരുമാറി. ഏത് എയർപോർട്ടിൽ നിന്ന് റിഗയിലേക്ക് 4 കിലോമീറ്റർ, ആ 4 കിലോമീറ്ററിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു വെക്കുന്നത്. അതും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾ. അത് കേട്ടപ്പോൾ തന്നെ. അപ്പം ലാറ്റ്വിയയിലേക്ക് ഇനി ഒരു മടങ്ങിപ്പോക്കില്ല? ലാറ്റ്വിയയിലേക്ക് മടങ്ങി പോക്കുണ്ട്. ഇതെല്ലാം നിർത്തി ഒരു ബ്രേക്ക് എടുത്ത് വരുന്നു എന്നാണ് ഞാൻ എൻ്റെ വ്ളോഗ് ഇട്ടിട്ടില്ല, വീഡിയോ യൂട്യൂബിൽ ഇടാൻ പോകുന്നുള്ളൂ. അതിൽ പറഞ്ഞു വെച്ചേക്കുന്ന അത്രേ ഉള്ളൂ. ബിക്കോസ് ഞങ്ങൾ ഈ സ്കാമുകളെല്ലാം നിർത്താൻ വേണ്ടി ഒരു വലിയൊരു പ്രൊജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും പ്രൊമോഷൻ അല്ല, അങ്ങനെ കരുതാൻ വേണ്ട. അതുകൊണ്ട് കമ്പനിയുടെ പേര് ഒരു സാധനവും ഞാൻ പറയുന്നില്ല. നടക്കാതിരിക്കാം, മേ നോട്ട് ബി, ഇത് നമുക്കറിയില്ല. പക്ഷെ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ സ്കാമുകളും നിർത്തി ഡയറക്റ്റ്ലി അവിടെ തന്നെ ഓഫീസ് ഓപ്പൺ ആക്കിയിട്ട് ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളും സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളെല്ലാം സ്കോളർഷിപ്പ്, ചിലത് സ്കോളർഷിപ്പിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് സ്റ്റുഡൻസിന്, അത് പിള്ളേർക്ക് അറിയില്ല. ഒരു ഏജൻസി കൺസൾട്ട് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ, ഓക്കെ ഫൈൻ, ഞാൻ പോകാൻ റെഡിയാണ്. അതാണ് അതിൻ്റെ ബാക്കി ഒരു കാര്യങ്ങളും ഒരു ഏജൻസീസും പറഞ്ഞു കൊടുക്കുന്നില്ല. സ്കോളർഷിപ്പിൻ്റെ ഓപ്ഷൻ ഉള്ളതും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസും ഒന്നും പറഞ്ഞു കൊടുക്കത്തില്ല. ഇവർക്ക് ടൈപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതാ അത് മാത്രമേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ ഒരു വേറെ വേർഷൻ ഉണ്ട് ഈ സ്കാമിനെ കുറിച്ചുള്ള. അത് ടൈം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാം എന്തായാലും. സോ അങ്ങനെ ഒരു പ്ലാൻ ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് നടന്ന് കിട്ടുകയാണെങ്കിൽ സക്സസ് ആയിരിക്കും. സോ ഞാനൊരു 6 to 7 months ഖത്തറിലുണ്ടാവും. അതിനുള്ളിൽ ആ സാധനം സക്സസ് ആവണമെങ്കിൽ ഞാൻ തിരിച്ച് ലാറ്റ്വിയയിലേക്ക് പോകും. അപ്പോൾ പോകുന്നത് നമ്മൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഒരു പ്രൊജക്റ്റിന് വേണ്ടിയായിരിക്കും. അത് ഓണാവുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള സ്കാമുകളോ കാര്യങ്ങളോ ഇനി അവിടെ നിന്നല്ല യൂറോപ്പിലെങ്കും ജോബിൻ്റെ കാര്യത്തിൽ ഉണ്ടാവത്തില്ല. അതെൻ്റെ ഗ്യാരണ്ടി. അത് ഞാൻ മാക്സിമം നോക്കുക. കാര്യം ഞാൻ എൻ്റെ ഫേസാണ് വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരെ ഫേസ് തന്നെ. സോ ഞങ്ങളിൽ കൂടിയാണ് ഇനി അത് പോകത്തുള്ളൂ. അത് ഏറ്റവും സക്സസ് ആയാൽ മാത്രമേ നമ്മളുടെ വഴി പുറത്തു പറയുള്ളൂ. അതിനൊരു പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കത്തുമില്ല. പിന്നെ നെക്സ്റ്റ് തിങ്, ഈ അബ്രോഡ് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഞാൻ അത് വളരെ ഷോർട്ടായിട്ട് പറയാം. പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, സ്റ്റഡി അബ്രോഡ് നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഒരു ഏജൻസി ചെല്ലുമ്പോൾ നിങ്ങളുടെ മൈൻഡിലിരിക്കുക, അവർ മാർക്കറ്റിങ്ങിന് ഇരിക്കുന്നതാണ്, അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യണം. സോ അവർ മാക്സിമം നോക്കുന്നു, അവർക്കറിയാം നിങ്ങൾ ഇത്രയും ഏജൻസിയിൽ കറങ്ങിയിട്ടായിരിക്കും വരുന്നത്. സോ അവരെ എൻഹാൻസ് ചെയ്യാനും മാക്സിമം നിങ്ങളവിടെ പിടിച്ചിരുത്താനേ നോക്കുള്ളൂ. അത് ആദ്യം നിർത്തുക, അത് ആദ്യം മനസ്സിലാക്കുക. ഒരു ഹോംവർക്ക് ചെയ്യുക. ഒരു കൺട്രി, ഫോർ എക്സാമ്പിൾ താനൊരു കൺട്രി പോവുകയാണ്, ലാറ്റ്വിയ എന്ന് തന്നെ വിചാരിക്കുക. കോഴ്സ് ഏതാണെന്നുള്ള ധാരണ വേണം. ഒരു കോഴ്സ് പോലും എന്താ പഠിക്കേണ്ടതെന്ന് അറിയാണ്ടാണ് പിള്ളേർ പോയി ഏജൻസിക്ക് വിട്ടുകൊടുക്കുക. ഞങ്ങൾക്ക് അബ്രോഡ് പോകണം, ഞങ്ങളുടെ കോഴ്സും കാര്യങ്ങളും സെലക്ട് ചെയ്യുക. ഇറ്റ്സ് നോട്ട് ഫെയർ. ഇത് ഇന്നത്തെ കാലമാണ്. ഗൂഗിളുണ്ട്, സെർച്ച് ചെയ്ത് നോക്കുക ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ലാറ്റ്വിയ, ബെസ്റ്റ് കോഴ്സ്, അല്ലെങ്കിൽ ഞാൻ ഇത് കോഴ്സാണ്, ആ കോഴ്സ് ആയിരുന്നു, അത് നോക്കുക, ആ കോഴ്സ് സെലക്ട് ചെയ്യുക. എനിക്ക് ഇന്ന യൂണിവേഴ്സിറ്റി വേണമെന്ന് പറഞ്ഞ് ചെല്ലുക. ആ യൂണിവേഴ്സിറ്റി അവർക്ക് അവൈലബിൾ അല്ല എന്ന് അവർ പറയുന്നത്, ദാറ്റ് മീൻസ് ദേ ഡോണ്ട് ഹാവ് എ ടൈ അപ്പ് വിത്ത് ദാറ്റ് യൂണിവേഴ്സിറ്റി. അവർക്ക് അവിടെ നിന്ന് അവരുടെ ക്യാഷ് കിട്ടത്തില്ല. ഓക്കെ, അവർ പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണം. നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി തന്നെ മതി എന്നുണ്ടെങ്കിൽ അതിൽ ഉറച്ച് വെക്കുക. ഇനി അതല്ല ബെറ്റർ ഓപ്ഷൻ ആണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. പിന്നെ സെക്കൻഡ് തിങ്, തേർഡ് പാർട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻസിയിൽ സമീപിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഓൾമോസ്റ്റ് എല്ലാ ഏജൻസീസും ലാറ്റ്വിയ എന്ന് പറഞ്ഞ കൺട്രിയിലേക്ക് മാക്സിമം പോയ 75,000, അതാണ് അവരുടെ എമൗണ്ട്. സർവീസ് ചാർജ് ഇൻക്ലൂഡിങ് VFSൻ്റെ കാര്യങ്ങളും മറ്റു പ്രോസസ്സും സ്റ്റാഫിൻ്റെ ചാർജും കൺസൾട്ടേഷൻ്റെ ചാർജും അക്കോമഡേഷനും എയർപോർട്ട് പിക്കപ്പ് ഉൾപ്പെടെ ആ ഒരു എമൗണ്ട് പറഞ്ഞത്. തേർഡ് പാർട്ടി ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇവർക്ക് ഇതൊന്നും ഉണ്ടാകത്തില്ല, ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ഇല്ല, ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവരുടെ വഴിയിൽ നിന്ന് ഇവർക്ക് സ്റ്റുഡൻസിനെ സപ്ലൈ ചെയ്യും. ലിറ്ററലി ഈ ടീമാണ് വർക്ക് ചെയ്യുന്നത്. ഈ ടീം വെറുതെ നിൽക്കുന്ന ഒരു ഡമ്മിയാണ്. ഇതിൻ്റെ ഡബിൾ ചാർജ് വാങ്ങുന്നത് 1.5 ലക്ഷം. അപ്പോൾ താങ്കൾ ലാറ്റ്വിയൊക്കെ വന്ന് നിൽക്കുകയാണ്, 65,000 70,000 ഒക്കെ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാലും 1.5 ലക്ഷത്തിന് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ കുട്ടികൾ നേരെ ചെന്ന് വീഴുകയാണ് അവിടെ, നേരെ അതിലേക്ക് കയറി പോകുന്നത്. അതൊരു സ്കാമാണ്, അത് മനസ്സിലാക്കുക. അത് എത്ര സർവീസ് ഗുഡാന്ന് പറഞ്ഞാലും വെറുതെ ഒരാൾക്ക് കാശ് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജോബുകളുടെ കേസ് എടുത്ത് നോക്കുമ്പോഴേക്കും ഞങ്ങൾ കേട്ടാൽ ലിറ്ററലി ചിരിച്ചു പോകുന്ന കുറേ ജോബുകളുണ്ട്. സ്ട്രോബെറി പ്ലക്കർ എന്ന് വന്നത് ഒരെണ്ണം,
ക്ലീനറായിട്ട് ലാറ്റ്വിയയിലേക്ക് ജോബ് വേക്കൻസി വന്നിട്ടുണ്ടെന്ന്. അവിടെ ക്ലീനേഴ്സിനെ കിട്ടാനായിട്ടാണോ? സ്റ്റുഡൻസ് തന്നെ ഉണ്ട് കുറേ പേര്. ലാറ്റ്വിയയിൽ പാർട്ട് ടൈം ജോബ് ഇപ്പോൾ നല്ല സാച്ചുറേഷൻ ആയിട്ടുണ്ട്, കിട്ടത്തില്ല എന്ന് തീർത്ത് പറയുന്നില്ല, ലക്കാണ്, ഭാഗ്യം പോലെ ഇരിക്കും. സ്റ്റുഡൻസ് ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് തരാൻ, കാര്യം നമുക്കിവിടെ ടൈം കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ വെച്ച് ചുരുക്കി നിർത്താം. ഇതുപോലെ സ്റ്റഡി അബ്രോഡ് നോക്കുമ്പോൾ അത് സൂക്ഷിക്കാൻ നല്ല രീതിയിൽ. ജോബിൻ്റെ കാര്യമാണെങ്കിൽ ഒരുപാട് സ്കാം ഉണ്ട്, ഫേക്ക് ആയിട്ട് പേപ്പേഴ്സ് അടിച്ച് കിട്ടും, അതിന് ക്യാഷ് കൊടുത്താൽ അവിടുത്തെ കമ്പനികൾ ഉൾപ്പെടെ അടിച്ച് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്, സൂക്ഷിക്കുക. ഒരുപാട് പേര് ക്യാഷ് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.